ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകാരം നമുക്ക് ഉപവാസത്തിൻ്റെ 10-ാം ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടന്നു വന്നിട്ടുള്ള കർത്താവിൻ്റെ ദാസനും ദൈവമക്കളാകുന്ന നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹം വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലത്തെ ഈ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട സുരേഷും ജീനയും കടന്നു വന്നു. വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കൊന്നിച്ച് ഒരു ഭവനത്തിൽ പാർക്കുവാൻ ദൈവം ഇടയാക്കി. ഇങ്ങനെ ദൈവകൃപയിലേക്ക് അവർ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്കൊരു വലിയ ഭാഗ്യം നൽകി. ആത്മീയമായ ദൈവം അവരെ ഈ നാളുകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട സിസ്റ്ററിനെയും വളരെ ഹൃദയമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും 11 ദിവസങ്ങൾ കൂടെ ഈ ശുശ്രൂഷ തുടർന്നുണ്ടായിരിക്കും. എല്ലാ യോഗങ്ങളിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു. രാവിലത്തെയും വൈകിട്ടത്തെയും ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മൾ ദാനിയേൽ പ്രവചനമാണ് പകലത്തെ മീറ്റിങ്ങിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 5 അധ്യായങ്ങൾ ഇപ്പോൾ നമ്മൾ പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ 5-ാം അധ്യായം പഠിച്ചു. 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഇന്ന് പകല് പ്രവേശിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നല്ലോ, നിങ്ങളതൊന്ന് വായിച്ചിട്ട് വരുന്നത് സഹായകരമായിരിക്കും. നിങ്ങൾ അത് വായിച്ചു എന്ന് വിചാരിക്കുന്നു. എന്നാൽ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. കാരണം നമ്മളൊക്കെ സൺഡേ സ്കൂൾ കാലം മുതലേ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട കാര്യം സൺഡേ സ്കൂൾ കാലം മുതലേ പഠിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ സുപരിചിതമായ ഭാഗമായതുകൊണ്ട് ഇനിയും വായിച്ചില്ല എന്നുള്ളവർക്ക് പോലും ഇന്നലെ വായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ആ വിഷയം ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 3-ാം വാക്യം വരെ ആരെങ്കിലും ഒന്ന് വായിക്കാം. ദാനിയേൽ ചാപ്റ്റർ 1 വേഴ്സ് 1 to 3. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവിടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3-ൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഇന്ന് രാവിലെ ഞങ്ങളുടെ മധ്യത്തിൽ വന്നതിനായി സ്തോത്രം. നിന്റെ ശബ്ദം മാത്രം നിന്റെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിലല്ലാതെ അടിയന്റെ സ്വന്തത്തിൽ നിന്നൊന്നും എടുത്തു പറയുവാൻ സ്വർഗം അടിയന്റെ നാവിനെ അനുവദിക്കരുതേ. സ്വർഗത്തിലെ തീക്കനൽ കൊണ്ട് ഇവന്റെ നാവിനെ ഒന്ന് തൊടുവിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ശുശ്രൂഷ, അങ്ങയുടെ വചനം, അങ്ങയുടെ ശബ്ദം മാത്രം ഇവിടെ നടക്കട്ടെ കർത്താവേ. അത് കേൾക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും വചനത്താലടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എളിയവന്റെ യാതൊരു കുറവുകളും നിന്റെ കുഞ്ഞുങ്ങളോട് ഓർക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അടിനിൽ വിശുദ്ധമായി നീ മറച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ ഹല്ലേലൂയ നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് പകരത്തക്കവണ്ണം ആത്മാവിലൊരു വിശുദ്ധീകരണം നടക്കട്ടെ കർത്താവേ. ആത്മാവിലൊരു ചൈതന്യം ഉണ്ടാകട്ടെ. ആത്മാവിലൊരു സമൃദ്ധിയായ ജീവൻ ഉണ്ടാകട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിൻ നാമത്തിന് കുഞ്ഞുങ്ങളെല്ലാവരെയും അടിയനിൽ പരിശുദ്ധമായി നീ തന്നിരിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അടിയൻ വചനത്താൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി എതിർത്ത് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികൾ, ദേശാധിപതിയുടെ വാഴ്ചകൾ, എല്ലാ അധികാരങ്ങളും ഇന്ന് പകൽക്കാലം ഇവിടെ നിർവീര്യമായി പോകുമാറാകട്ടെ. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള അങ്ങയുടെ വചനം കർത്താവേ, ആമേൻ, ഇന്ന് പകൽക്കാലം ആമേന്റെ കുഞ്ഞുങ്ങൾക്ക് കുറവായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ നികത്തുന്ന ദൈവമാകുന്നത് കൊണ്ട് സ്തോത്രം.
സ്വർഗം എന്ന പകൽക്കാലം എളിയവനെ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ വരം തരണമേ കർത്താവേ. സ്വർഗത്തിലെ വരമില്ലാതെ, സ്വർഗത്തിലെ അധികാരമില്ലാതെ, സ്വർഗത്തിലെ ആജ്ഞയില്ലാതെ, സ്വർഗത്തിന്റെ നിയോഗമില്ലാതെ ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് അങ്ങയുടെ കാൽക്കലേക്ക് അടിയനെ ഹല്ലേലൂയ മുഴുവനായി അർപ്പിച്ചു തരുന്നു കർത്താവേ. നിന്റെ വായിലെ ഒരു മൂർച്ചയുള്ള വാളാക്കി മിനുക്കിയമ്പാക്കി നിന്റെ പൂണിയിൽ മറച്ചൊരുത്തണമേ കർത്താവേ. സ്വർഗം ജയം നൽകിയാട്ട് യേശു ക്രിസ്തു മുഖാന്തരം ഇളയവർ ഒന്നിച്ച് ചോദിക്കുന്ന ക്രതോനി കേൾക്കണമേ. നമ്മളതിന്റെ ദാനിയേൽ പ്രവചനം 3, 4, 5 അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ ബാബിലോണിയ രാജാക്കന്മാരുടെ ചരിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തോടുകൂടെ ആ ചരിത്രം അവസാനിക്കുക. മറ്റൊരു രാജ്യത്വം രാജഭരണം ഏറ്റെടുക്കുന്നു, അഥവാ പുതിയ ഒരു രാജ്യത്വം ലോകത്തിലേക്ക് വരുന്നതാണ് 6-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാം അധ്യായത്തിൽ ദാനിയേലിനെ കുറിച്ചും പ്രവാസത്തിലേക്ക് പോയ ആളുകളെ കുറിച്ചും സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവിന് ദൈവം കൊടുത്ത ദർശനം, സ്വപ്നം, അത് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്വപ്നത്തിൽ തന്നെ ലോകത്തിന്റെ അന്ത്യം വരെ എന്ത് നടക്കും എന്ന് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ആ സ്വപ്നത്തിൽ കൂടെ നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ 3, 4, 5 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ബാബിലോണിയ രാജാക്കന്മാരുടെ കാലത്ത് എന്തെല്ലാം സംഭവങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ നടന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാബിലോണിയ സാമ്രാജ്യം അവസാനിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന ആ ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് വലിയൊരു ബിംബത്തിന്റെ തലയുടെ ഭാഗം തങ്കമായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നു. ആ തലയുടെ ഭാഗം തങ്കമായി കാണിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. ബാബിലോണിയ സാമ്രാജ്യം അധപ്പതിക്കുകയാണ്. BC 538 അത് അവസാനിക്കുകയാണ്. ബാബിലോണിയ സാമ്രാജ്യം അവസാനിക്കുന്നു. എന്നാൽ തുടർന്ന് ഡേറിയസ് ഫസ്റ്റ് അദ്ദേഹം രാജ്യഭരണം അഥവാ സാമ്രാജ്യത്തിന്റെ അധിപതിയായി വരുന്നു. എന്നാൽ അത് ചരിത്രപരമായി ചരിത്രത്തിലുള്ളത് BC 536 അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുക്കുന്നത്. BC 536 ഈ 2 വർഷത്തിനിടയിലുള്ള ചരിത്രം വേദപുസ്തകവുമായിട്ട് അല്പം യോജിക്കാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ കാലഘട്ടത്തിലായിരിക്കാം ആരെങ്കിലും മേദ്യ രാജാക്കന്മാർ തന്നെ ബലഹീനരായ രാജാക്കന്മാർ ഭരിച്ചിരുന്നത് കൊണ്ട് വളരെ വിശദീകരണങ്ങളൊന്നും ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശേഷം നടന്ന ഒരു സംഭവമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദാനിയേലിനെ കുറിച്ച് നമ്മൾ ആ അധ്യായത്തിൽ സിംഹക്കുഴിയിൽ വീണ ചരിത്രമാണ് പ്രധാനമായിട്ട് അതിനകത്ത് പറയുന്നതെങ്കിലും ആദ്യത്തെ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ ബാബിലോണിയ സാമ്രാജ്യം എന്ന് പറയുന്നത്, ആ രാജാക്കന്മാരെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചതുപോലെ വളരെ പ്രതാപത്തിൽ ജീവിച്ച ആളുകളായിരുന്നു. ഈ ഓട്ടോക്രാറ്റിക് അഥവാ സ്വേച്ഛാധിപതികളായി അവർ ഭരണം നടത്തിയവരായിരുന്നു. അവര് പറയുന്നതായിരുന്നു അവസാനത്തെ വാക്ക്. അത്രമാത്രം സ്വേച്ഛാധിപതികളായി ഭരണം നടത്തിയവരായിരുന്നു ബാബിലോണിയ രാജാക്കന്മാർ. എന്നാൽ നമ്മൾ അതുകൊണ്ടാണ് അതിന്റെ പ്രതാപത്തെ ഗോൾഡ് ആയിട്ട് കാണിച്ചത്, പൊന്നുകൊണ്ട്. ആ ചാർട്ടിനകത്തുണ്ട് അതിന്റെ തലയുടെ ഭാഗം തങ്കം കൊണ്ട് കാണിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തലയുടെ ഭാഗം തങ്കമായിട്ടിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം വിനയം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. ആ ഭാഗമാണ് ഞാൻ പറഞ്ഞത്.
ആ ഭാഗം തങ്കമായിട്ട് കാണിച്ചത് ആ രാജ്യത്തിന്റെ പ്രതാപവും, ഞാൻ പറഞ്ഞല്ലോ 7 വണ്ടേഴ്സ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ആമേൻ. ആ കാലത്തെ ഏറ്റവും ആമേൻ നല്ല പ്രതാപത്തിൽ കഴിഞ്ഞവരായിരുന്നു അവര്. എന്നാൽ അടുത്തതായിട്ട് നമ്മൾ ആ ബിംബത്തിൽ കാണുന്നത് വെള്ളിയാണ്. നെഞ്ചും കൈകളും വെള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിൽവർ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗോൾഡിന്റെ അത്രയും പ്രതാപം നമുക്ക് സിൽവറിനില്ല. അപ്പൊ ബാബിലോണിയൻ സാമ്രാജ്യം അവസാനിച്ചിട്ട് അടുത്തതായിട്ട് വരുന്ന സാമ്രാജ്യം മേദ്യ പാർസ്യ സാമ്രാജ്യമാണ്. മേഡോ പേർഷ്യൻ ആണ് പിന്നീട് വരുന്നത്. അതിന് അത്രയും വലിയ പ്രതാപമില്ലാത്തത് കൊണ്ടാണ് വെള്ളിയായിട്ട് നെബൂഖദ്നേസർ രാജാവിനെ ദൈവം കാണിച്ചത്. അപ്പോൾ വെള്ളിയാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ ഓട്ടോക്രസി മാറിയിട്ട് ബ്യൂറോക്രസിയായി, അഥവാ ഉദ്യോഗസ്ഥ ഭരണമായി. അതിന്റെ തെളിവായിട്ട് നമ്മള് ഈ രാജാവിന് വലിയ അധികാരങ്ങൾ, ഫൈനലായിട്ടുള്ള വാക്ക് അദ്ദേഹത്തിന് പറയാൻ കഴിവില്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഈ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാനായിട്ട് ആ നിയമമൊക്കെ ഉണ്ടാക്കി വരുന്നത് നമ്മൾ തുറന്ന് ചിന്തിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രയത്നം ചെയ്തു എന്ന് നമുക്ക് കാണുന്നുണ്ട്. 14-ാം വാക്യമാണ്. 14-ാം വാക്യം എടുത്തവരൊന്ന് വായിക്കാമോ? അത്യന്തം വ്യസനിച്ചു. രാജാവിന് ആഗ്രഹമുണ്ട് ദാനിയേലിനെ രക്ഷിക്കണമെന്ന്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രയത്നം ചെയ്തു. അദ്ദേഹം വളരെ പ്രയത്നിച്ചെങ്കിൽ രാജാവിന് ആഗ്രഹമുണ്ട് ദാനിയേലിനെ രക്ഷിക്കണമെന്ന്. പക്ഷേ ദാനിയേലിനെ രക്ഷിക്കാൻ രാജാവ് മാത്രം വിചാരിച്ചാൽ കഴിയത്തില്ല. പിന്നെ ആരും കൂടെ വിചാരിക്കണം? പ്രഭുക്കന്മാർ അഥവാ മഹത്തുക്കളും കൂടെ വിചാരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ 17-ാം വാക്യം ഒന്ന് എടുത്തേ. 17-ാം വാക്യം. ആ ആ ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ രാജാവിന്റെ മോതിരം മാത്രം നമുക്കറിയാമല്ലോ. രാജാവിന് ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തെ രക്ഷിക്കണമെന്ന്. എന്നാൽ രക്ഷിക്കാൻ താൻ മാത്രം വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയത്തില്ല. ഈ കാര്യം ആർക്കറിയാം? മഹത്തുക്കൾക്ക്, പ്രഭുക്കന്മാർക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? രാജാവിന്റെ മുദ്ര മാത്രം പോരാ, പിന്നെയോ മഹത്വക്കളുടെയും കൂടെ മുദ്ര ആമേൻ ആ കല്ലിന്മേൽ പതിക്കുകയാണ്. രാജാവ് മാത്രം വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാലഘട്ടം വന്നു. ഇനിയും നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക. നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും, പേർഷ്യൻ ചക്രവർത്തിമാരുടെ കാലത്തും ഇത് തുടർന്ന് വന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അഹശ്വേരോശ് രാജാവിന്റെ പത്നിയായ ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്താ പേരെന്ന് ഓർമ്മയുണ്ടോ? എന്താ പേര്? വസ്തിരാജ്ഞി. അസ്ഥി എന്ന് ഓർത്താ മതി. വസ്തിരാജ്ഞി. ആമേൻ. അവള് ഒരു രാജ്ഞിയായിട്ട് വളരെ പ്രതാപത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ രാജാവ് ഒരു വിരുന്നൊരുക്കിയപ്പോൾ അങ്ങേർക്ക് തോന്നി തന്റെ ഭാര്യയെ എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് കാണിക്കണം. അവളുടെ സൗന്ദര്യം, വളരെ സൗന്ദര്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്റെ ഭാര്യയെ ഈ മഹത്തുക്കളെല്ലാം ഇരിക്കുമ്പോൾ അവരുടെ ആ പ്രഭുക്കന്മാരുടെ മുമ്പിൽ തന്റെ ഭാര്യയെ ഒന്ന് കാണിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രാജ്ഞിക്ക് ആള് വിട്ടപ്പോൾ രാജ്ഞി പറഞ്ഞു, ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ ആയിരുന്നു. അവര് പറഞ്ഞു, അവൻ ഇങ്ങനെ വേറെ പണിയില്ലെന്ന് നോക്ക്, എന്നെ ഇതിനൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തിരുവചനത്തിൽ ചില സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരിക്കും, ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കും, ഇസ്രായേലിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആമീൻ. ഹല്ലേലൂയ. സൂതികർമ്മിണികൾ എന്താ പറഞ്ഞത്? അവര് നല്ല തിറവുള്ളവളുമാരാണ്, തിറവുള്ള സ്ത്രീകൾ. ദൈവമക്കളും വിശ്വാസികളും ഇത് ആമേൻ പകർത്തിക്കൊള്ളണം. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ, നീതിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ തിറവുള്ളവരായി നിന്നുകൊള്ളണം. അനീതിക്കും അക്രമത്തിനും മദ്യപാനത്തിനും ആമീൻ വെറുക്കത്തിനും എല്ലാം വിളിക്കുമ്പോൾ അതിനൊന്നും നിന്ന് സല്യൂട്ട് ചെയ്യേണ്ടവരല്ല ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് അവളങ്ങനെ ധൈര്യത്തോടെ നിന്നതുകൊണ്ട്
ആമേൻ, പ്രഭുക്കന്മാരെല്ലാവരുടെ പറഞ്ഞു, ഇങ്ങേരുടെ വാക്കനുസരിക്കാത്ത ആമേൻ ഇങ്ങേരുടെ ഭാര്യയെ ആമേൻ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രഭുക്കന്മാരാ പറഞ്ഞു. രാജാവിന്റെ തീരുമാനമല്ലായിരുന്നു, പ്രഭുക്കന്മാരാണ് പറഞ്ഞത് രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ ആളിനെ കൊണ്ടുവരാൻ. അവര് പറഞ്ഞത് കേട്ട് അങ്ങേര് നട്ടലില്ലാത്തവനായതുകൊണ്ട് അങ്ങേര് അവര് പറയുന്നത് കേൾക്കേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവമക്കളെ, ഈ പേർഷ്യൻ രാജാക്കന്മാരുടെയും അധികാരം കുറഞ്ഞു ഉദ്യോഗസ്ഥർ അഥവാ പ്രഭുക്കന്മാർ ഭരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അഥവാ ഗോൾഡ് മാറി സിൽവർ ആയിട്ട് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത് ആമേൻ, ബാബിലോണിയ രാജാക്കന്മാരുടെ കാലത്തും ദാനിയേല് ഇങ്ങനെ ജീവിച്ചു വന്നു. എന്നാൽ ദാരിയാവേശിന്റെ കാലഘട്ടമായപ്പോൾ ഈ ദാനിയേലിനൊരു വലിയ പദവി കിട്ടി. അതാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 120 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 120 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ അത്രയുള്ളായിരുന്നു. ഇന്ന് 200-ൽ പരമുണ്ട്. അപ്പോൾ ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാത്തിന്റെയും മുകളിലുള്ള ചക്രവർത്തിയാണ് ഈ ദാരിയാവേശ രാജാവ്. അതിനെല്ലാം ഗവർണർമാരുണ്ട്. ഓരോ രാജ്യത്തിനും ഗവർണർമാരുണ്ട്. അഹശ്വേരോശിന്റെ കാലമായപ്പോൾ 127 സംസ്ഥാനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 127 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ ഇന്ത്യയുടെ പേരും വേദപുസ്തകത്തിലുണ്ട്. ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ എന്നാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് അമേരിക്കക്കാരോട് പറഞ്ഞാൽ നമുക്ക് പറയാൻ ധൈര്യമായിട്ട് പറയാനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പേര് ബൈബിളിലുണ്ട്. അമേരിക്കക്കാരന്റെ ഉണ്ടോ? ഇല്ല. ദൈവത്തിനോട് സ്തോത്രം. അപ്പോൾ അമേരിക്കക്കാരന്റെ ഇല്ല, ഇംഗ്ലണ്ടിന്റെ ഇല്ല, ഹിന്ദു ദേശത്തിന്റെ ഉണ്ട്. ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ, അഥവാ കൂശ് എന്ന് പറഞ്ഞാൽ കറുത്തത്, അല്ലെങ്കിൽ ആമേൻ ആഫ്രിക്കൻ കൺട്രീസിനെയാണ് കൂശ് ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ലോകത്തിന്റെ ആമേൻ കിഴക്ക് മുതൽ പടിഞ്ഞാറ് മുതൽ തെക്ക് മുതൽ വടക്ക് വരെയുള്ള വലിയ രാജ്യങ്ങൾ, 127 സംസ്ഥാനങ്ങൾ ആമേൻ അങ്ങനെ ചിതറിക്കിടക്കുമ്പോൾ അതിനെല്ലാം ഗവർണർമാരുണ്ടായിരുന്നു. ആ ഗവർണർമാർക്ക് മീതെ രാജാവിന്റെ താഴെ 3 പേരെ ആക്കി. അതിനകത്തെ ഒരുവനായിരുന്നു ദാനിയേൽ. ഇനി ദൈവം ചെയ്ത ഒരു കാര്യം നോക്കിക്കേ. ദൈവം ചെയ്തത് ദാനിയേലിനെ ആ 2 പേരുടെയും നടുവിൽ, ആ 3 പേരിൽ ഏറ്റവും ഉയർന്നവനാക്കി മാറ്റി. അപ്പൊ രാജാവിന്റെ തൊട്ട് താഴെയാണ് ഈ ദാനിയേൽ വന്നിരിക്കുന്നത്. എന്തൊരു വലിയ പദവിയാന്ന് നോക്കിക്കേ. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ 1-ാമത്തെ അധ്യായം ചിന്തിച്ചപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു, ആമേൻ, എന്നാൽ ദാനിയേൽ ആമേൻ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി വരുത്തുവാൻ സംഗതി വരരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ വേർപാടോടുകൂടെ നിന്നത് കൊണ്ട് 14-15 വയസ്സുള്ള സമയത്ത് വേർപാട് അനുഷ്ഠിച്ചത് കൊണ്ട് തമ്പുരാൻ മറന്നോ? ഇല്ല. ദൈവം അവനെ പടിപടിയായിട്ട് ഉയർത്തിയായിരുന്നു. ദൈവമക്കൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഉദ്യോഗ മണ്ഡലങ്ങളിൽ നിങ്ങൾ വേർപാടോടെ നിന്നാൽ തമ്പുരാൻ നിങ്ങളെ മറക്കുകയില്ല. നമ്മൾ വിശ്വസ്തരായി നിന്നാൽ തമ്പുരാൻ നമ്മളെ മറക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മളെ ദൈവം മറക്കുകയില്ല. ആരാധിക്കുന്നവനെ തമ്പുരാൻ മറന്നു പോകുകയില്ല. അവരെ പടിപടിയാ ദൈവം ഉയർത്തും. ദൈവം നമ്മളെ വാലല്ല തലയാക്കി ഉയർത്തുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് രാജാവിന്റെ തൊട്ട് താഴെ വരത്തക്കവണ്ണം ദാനിയേലിനെ ദൈവം ഉയർത്തി. അപ്പോൾ ദാനിയേൽ അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ദാനിയേലിന് ഒരു ചുമതല ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും തനിക്ക് അല്ലെങ്കിൽ ഈ 3 പേർക്ക് കണക്ക് ബോധിപ്പിക്കണമായിരുന്നു. അല്ലേ? എന്തിനു വേണ്ടിയാ? രാജാവിന് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ കണക്ക് ബോധിപ്പിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കണക്ക് ബോധിപ്പിക്കേണ്ടത് കൊണ്ട് ഹല്ലേലൂയ എല്ലാ ആളുകൾക്കും ഈ
ദാനിയേലും ഒരു നീതിമാനായതുകൊണ്ട്, കള്ളത്തരത്തിനും കാപട്യത്തിനും ഒന്നും കൂട്ടു നിൽക്കാത്തവനായതുകൊണ്ട് സ്തോത്രം, ദാനിയേലിനോട് എതിര് തുടങ്ങി. ഇന്നും ദൈവമക്കൾ ഓർത്തുകൊണ്ടാൽ ഹല്ലേലൂയ, ഈ കള്ളത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാതിരുന്നാൽ നമുക്ക് എതിർപ്പുണ്ടാകും. സ്തോത്രം. ലോകത്തിന്റെ വഴിയിൽ ആത്മീയഗോളത്തിൽ നോക്കിക്കോ, ആത്മീയഗോളത്തിൽ എവിടെ എതിർപ്പ് വരുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പോകുന്ന രീതിയിൽ ആമേൻ ഹല്ലേലൂയ, ലോകത്തിന്റെ വഴിയിൽ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും കാണത്തില്ല. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 15:17 വാക്യം ഒന്ന് നോക്കിക്കേ. 17-ാമത്തെ വാക്യം. സ്തോത്രം. പതിനഞ്ചിന്റെ 19-ാം വാക്യം വായിക്കാം. 19-ാമത്തെ വാക്യം. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പഴിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ലോകം നമ്മളെ പഴിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ലോകക്കാർ അല്ല, ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകം നമ്മളെ പഴിക്കുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവമേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വൈരാഗ്യം നമ്മളോട്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തിരുവല്ലായിൽ ഒരു ട്രെയിൻ നിർത്തി. അപ്പോൾ അതിനകത്തൊരു ദൈവദാസന് കയറണമായിരുന്നു. അപ്പോ ആ ദൈവദാസൻ വടക്കേന്ത്യയിലോട്ട് വേലയ്ക്കായിട്ട് പോവുകയാണ്. ട്രെയിൻ വിടാൻ തുടങ്ങിയപ്പോഴാണ് ആ മനുഷ്യൻ വന്ന് കയറിയത്. അപ്പോൾ ഈ തിരുവല്ലായിൽ നിന്ന് ഒരാൾ കയറുമെന്നുള്ള റിസർവേഷനുള്ള നമുക്കൊന്ന് ചാർട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പൊ അതിനകത്ത് ഈ സീറ്റിൽ ഒരാൾ വരാനായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നില്ലല്ലോ എന്നൊക്കെ ഈ അടുത്തിരുന്നവരെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ട്രെയിൻ വിടാൻ നേരമാണ് വന്നത്. അതുകൊണ്ട് ഓടി. അപ്പോൾ ഇദ്ദേഹത്തെ കാത്തിരുന്ന ഈ അടുത്തിരുന്ന ആളുകള് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പെട്ടിയും ഒക്കെ എടുത്ത് വെച്ചു കൊടുക്കാനൊക്കെ ഒന്ന് സഹായിച്ചു. 3 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടു. എവിടെ പോവാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ വടക്കേ ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. ഈ 3 ദിവസം അത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ചുറ്റുപാട് ഇരുന്ന ആളുകൾ ആരും തന്നെ ഈ 3 ദിവസത്തേക്ക് അദ്ദേഹത്തോട് സംസാരിച്ചേ. മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ അക്ഷരം. പിന്നെ എന്താ കാരണം? 2 ആത്മാവാണ്, 2 പോക്കാണ്, 2 വഴിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും എതിര് വരുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ആത്മാവ് വേറെ ആയതുകൊണ്ടാണ്. ചിലർ കൈതരത്തില്ല, ചിലർ മുഖത്ത് നോക്കത്തില്ല, ചിലർ ചിരിക്കത്തില്ല. കാരണം ആത്മാവ് വേറെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഈ ലോകത്തിന്റെ വഴിയിൽ നിങ്ങളങ്ങ് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ധാരാളം സ്നേഹിതര് കാണും, ധാരാളം ആളുകൾ നിങ്ങളുടെ കൂടെ കാണും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ചത്ത മീനാണോ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് ഒഴുകിപ്പോവുകയാണ്. എന്നാൽ ജീവൻ ഉള്ളിൽ തുടിക്കുന്നത് കൊണ്ടാണ് ഈ ഒഴുക്കിന് നേരെ വിപരീതമായി അവയെ നീന്തി മുകളിലോട്ട്. എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ആമേൻ, ഈ ഒഴുക്കിനെതിരെ നീന്തി മേളിലോട്ട് കയറുകയാണ്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ അന്തരാത്മാവിൽ ദൈവം തന്ന ജീവനായി, വേർപാടിനായി, ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതിനായി ദൈവത്തിന് നന്ദി കരേറ്റിക്കൊള്ളണം. ഹല്ലേലൂയ. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ അയക്കുകയില്ലായിരുന്നെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, ഇവൻ ഇങ്ങനെ വിശിഷ്ടനായിട്ട് വിളങ്ങുകയാണ്. അല്ലേ? ദാനിയേൽ 3-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? 3-ാം വാക്യം എന്ന് വായിച്ചേ. 3-ാം വാക്യം.
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ 120 പേരുള്ളതിൽ 3 പേരെ അതിന് മുകളിലാക്കി. ആ 3 പേരിലും വിശിഷ്ടനായിട്ട് അവന് വിളങ്ങി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശിഷ്ടനായിട്ട് വിളങ്ങി. അത് അവനെ കുറിച്ചുള്ള ഒരു നല്ല സാക്ഷ്യമായിരുന്നു. 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ രാജ്ഞി വന്നൊരു പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മളെ ചിന്തിക്കുകയുണ്ടായി. 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലും 12-ാം വാക്യവും കൂടെ ഒന്ന് വായിക്കാം. 12-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. 12-ാം വാക്യം. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന്റെ ഉത്കൃഷ്ട മനസ്സൻ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉത്കൃഷ്ട മാനസൻ. ഹല്ലേലൂയ. അപ്പോൾ ഗൂഢാർത്ഥ പ്രയോഗ. ഹല്ലേലൂയ. ഇങ്ങനെ 6 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളവനായിരുന്നു ദാനിയേൽ. അതാരാ പറയുന്നത്? ഇത് താൻ തന്നെ തനിക്ക് ഇത്രയും ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് പേരിന്റെ കൂടെ വെച്ചേക്കുകയല്ല. പിന്നെയോ ഹല്ലേലൂയ, രാജ്ഞി പറയുകയാണ്, അവരുടെ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ആ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് വിളിച്ചോണ്ട് വരികയാണ്. അപ്പോൾ ഇത്രയും യോഗ്യതയുള്ള ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് ആളുകൾ അവനെ പഴിക്കാൻ തുടങ്ങി. അവനങ്ങനെ വിളങ്ങുന്നത് കൊണ്ട് അവനെ പഴിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ മക്കളാന്ന് നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഈ ഭാഗത്ത് നിന്ന് തമ്പുരാനെ മാനിക്കുന്ന നിമിത്തം തമ്പുരാൻ ഒരു സ്ഥലത്തും നമ്മളെ കുറച്ച് കളയുന്ന ദൈവമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ച് കളയുകയില്ല. നമ്മളെ മാന്യത കുറച്ച് കളയുകയില്ല. നമുക്ക് നല്ല മാന്യതയും നമുക്ക് നല്ല ആരോഗ്യവും നമുക്ക് നല്ല സൗന്ദര്യവും നമുക്ക് നല്ല പണവും നമുക്ക് നല്ല സ്വാധീനവും ഒക്കെ തരാൻ തമ്പുരാന് കഴിയും. അതങ്ങ് വിശ്വസിക്കാതെ കർത്താവിന് എന്തോ കുറവുള്ളത്, അവന്റെ കയ്യിൽ വല്ലതിനും കുറവുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കടന്ന് വിശ്വസിക്കുന്ന ദൈവം ഇതിനു വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വിശിഷ്ടനായി വിളങ്ങിയെന്നാണ് തിരുവചനം പറയുന്നത്. വിശിഷ്ടനായിട്ട് വിളങ്ങണം. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തെ മാനിച്ചാൽ നമ്മളെ ആരും പൊട്ട് കളിപ്പിക്കത്തില്ല. ദൈവം പറയുന്നു, ആമേൻ, ജ്ഞാനവും അറിവും ബുദ്ധിയും എല്ലാം ഞാൻ തരാൻ നിനക്ക്. ഞാൻ കഴിവുള്ള ദൈവമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ആമേൻ, ഈ ആരും പുറകോട്ട് നമ്മളെ മാറ്റി നിർത്താതെ വണ്ണം നമ്മുടെ ബുദ്ധിയെ കർത്താവ് തുറക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മീയ ഗോളത്തിൽ നിങ്ങള് ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞുകൊള്ളണം, കർത്താവേ, കൃപാവരങ്ങളിൽ ഒന്നിലും കുറവില്ലാതെ ഹല്ലേലൂയ എനിക്ക് കൃപ തരണമേ, വരം തരണമേ, അഭിഷേകം തരണമേ, നിയോഗം തരണമേ, എന്റെ ശബ്ദത്തിന് അഭിഷേകം തരണമേ, എന്റെ നാവിന് അഭിഷേകം തരണമേ, എന്റെ സ്തുതിക്കൊരു അഭിഷേകം നൽകണമേ, ഞാൻ കൈയടിക്കുമ്പോൾ അതിനൊരു അഭിഷേകം നൽകണമേ. വെറുതെ ചട്ടാപുട്ടാന്ന് അടിക്കുകയല്ല, എന്റെ കൈ അടിക്കുമ്പോൾ ദൈവകൃപ വ്യാപരിക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ ദൈവകൃപ വ്യാപരിക്കണം. ഞാൻ സ്തോത്രം പറയുമ്പോൾ അതിനകത്തൊരു കത്തലുണ്ടാകണം. ഞാൻ ആരാധിക്കുമ്പോൾ അതിനകത്ത് ആ കൂട്ടത്തിനകത്ത് ഒരു കത്തലുണ്ടാകണം. ആമേൻ. ഞാൻ കൈയടിക്കുമ്പോൾ പിശാച് വിറച്ചോടാൻ ഇടയായി തീരണം. അങ്ങനെയുള്ള അഭിഷേക ദിവസങ്ങൾ തരണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരിങ്ങനെ വിശിഷ്ടനായി വിളങ്ങിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആളുകൾക്ക് അസൂയ ഉണ്ടായി. ദൈവം നമുക്ക് ചില കൃപകളൊക്കെ തന്ന് നമ്മളെ ഉയർത്തുമ്പോൾ, ആത്മീയമായും ഭൗതികമായും ഉയർത്തുമ്പോൾ ആളുകൾക്ക് എന്തുണ്ടാകും? അസൂയ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ പറയും, അസൂയയ്ക്കും കഷണ്ടിക്കും. പിന്നെ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച് ഹല്ലേലൂയ ഗൾഫ് ഗേറ്റുകാരൊക്കെ പണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഈ അസൂയക്ക്, ആമേൻ, അസൂയ ആളുകളുടെ മുമ്പിൽ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതാണ്.
അസൂയ. അയ്യോ, അവന്റെ പിള്ളേർക്ക് നല്ല സൗന്ദര്യമാണല്ലോ, അവരുടെ പിള്ളേർക്ക് നല്ല മാർക്കുണ്ടല്ലോ, അവരുടെ നല്ല വണ്ടിയാണല്ലോ, അവരുടെ വീട് നല്ലതാണല്ലോ, അവനിപ്പോ കിട്ടിയിരിക്കുന്ന നല്ല ജോലിയാണല്ലോ, അവന്റെ ഭാര്യയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. ഇതെല്ലാം കൊണ്ട് ആളുകൾ ഹൃദയത്തിൽ സാത്താൻ കൊടുക്കുന്നതാണ് ഈ അസൂയ, ദൈവം കൊടുക്കുന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്നതല്ല അസൂയ. അതുകൊണ്ട് തിരുവചനം എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചാട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് പോകാം. 27-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Proverbs chapter 27 verse 4. ഹല്ലേലൂയ, 4-ാം വാക്യം. 27-4. ക്രോധം ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം. ജാരശങ്ക എന്ന് പറയുന്നത് അസൂയയുടെ മറ്റൊരു പദമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജാരശങ്ക, ഹല്ലേലൂയ. അകത്ത് ഉള്ളിൽ മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് പിശാച് ഇറക്കുന്ന വിത്താണ് അസൂയയുടെ വിത്തുകൾ. ഹല്ലേലൂയ. ദൈവമക്കളെ കണ്ടും അവരുടെ നന്മ കണ്ടും അനേകം ആളുകൾ അസൂയപ്പെടാറുണ്ട്. തിരുവചനം പറയുന്ന ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുമെന്നാണ്. അവൻ തന്നെ പല്ല് കടിച്ച് ഉരുകിപ്പോകും. പലരുടെയും നന്മ കാണുമ്പോൾ പിശാചിനങ്ങ് ഭയങ്കര അസൂയയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഉയർന്നത് കാണുമ്പോൾ, ആരുടെയും സഭ വളരുന്നത് കാണുമ്പോൾ, ആരുടെയും പ്രസംഗം നല്ലതാകുമ്പോൾ, ആരുടെയും ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവന് അസൂയ വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? അതുകൊണ്ട് അവനെ എങ്ങനെയും തകർക്കാമെന്നുള്ളതാണ് ശത്രു. അതിനുവേണ്ടി ആളുകളെ കയ്യിലെടുക്കും. അസൂയ കൊണ്ടാണ് അവനെ ഏൽപ്പിച്ചതെന്നാണ് തിരുവചനം. അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത്. സ്തോത്രം. പണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് ഞണ്ട് കയറ്റി അയക്കുകയായിരുന്നു. അപ്പോൾ വളരെ ഭദ്രമായിട്ട് ഏറൊക്കെ പോകത്തക്കോണം മാത്രം ഗ്യാപ്പിട്ടാണ്. എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങനെ വന്നത് ഇതുപോലെ പാക്കിംഗ് ഒന്നുമില്ല, അതിന് അടപ്പൊന്നുമില്ല. അപ്പോൾ കയറ്റി അയക്കുന്നതിന് മുൻപേ അതിന് അയക്കുന്ന ഏജൻസി ഇവരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ തുറന്ന് ഈ ഞണ്ടിനെയൊക്കെ വിട്ട് കഴിഞ്ഞാല് എല്ലാം പുറത്തു പോകത്തില്ലയോ? അപ്പോൾ ആ രാജ്യക്കാര് പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, എല്ലാ ഞണ്ടും അതിനകത്ത് തന്നെ കാണും, ഞങ്ങൾക്ക് ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഞണ്ട് പുറത്തോട്ട് ചാടുന്നെങ്കിൽ ആ ഞണ്ടിന്റെ കാലേൽ മറ്റേ ഞണ്ട് പിടിച്ചു. അപ്പോൾ അത് ഏത് രാജ്യത്തിലാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഇന്ത്യയിലെയാണ്. ആരെങ്കിലും ഒരുത്തൻ ഉയരുന്നെങ്കിൽ അവന്റെ കാലെ പിടിച്ച് താഴ്ത്തിയിടുക. ആരുടെയെങ്കിലും ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അവനെ എങ്ങനെങ്കിലും തകർക്കുക. ആരുടെയും നല്ല പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ എന്തോ ഉണ്ട്, പറഞ്ഞു വന്നതിനകത്ത് തെറ്റെന്ന് കണ്ടുപിടിച്ച് അടിക്കാൻ ശ്രമിക്കുക. അസൂയ കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമുക്ക് തിരുവചനം അറിയാമല്ലോ. ശൗലിനെ കുറിച്ച് തിരുവചനം പറയുന്നത്, ശൗല് ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ആ പടച്ചട്ടയും ഇതെല്ലാമായിട്ട് ഇരിക്കുകയായിരുന്നു. 40 ദിവസം വെല്ലുവിളിച്ചിട്ടും അവന്റെ അടുക്കിലോട്ട് ഇറങ്ങിച്ചെന്നൊന്ന് യുദ്ധം ചെയ്യാൻ യാതൊരു തന്റെ ഇടമില്ല. 40 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സ്തോത്രം. പടച്ചട്ടയുണ്ട്, കയ്യിൽ ആയുധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ഇറങ്ങിച്ചെല്ലാം തന്റെ ഇടമില്ലാതെ വാലും ചുരുട്ടി വീട്ടിനകത്തിരിക്കുകയാണ്. സ്തോത്രം. നമ്മള് ഈ വീരന്മാർ പട്ടുപോയത് എങ്ങനെയെന്നുള്ള ഭാഗം ഹല്ലേലൂയ ദാവീദ് വിലപിക്കുമ്പോൾ
ആമേൻ. ശൗലിന്റെ കാര്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തൈലാഭിഷേകമില്ലാത്ത പരിച. അവന്റെ പരിചയെ കുറിച്ച് പറയുന്നത് തൈലാഭിഷേകമില്ലാത്ത പരിച. ഇന്നും പല ശുശ്രൂഷക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, പലരും വീട്ടിൽ വാലും ചുരുട്ടി ഇരിക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ ശത്രുവിന്റെ നേരെ നിൽക്കാൻ കഴിയത്തില്ല. ശത്രുവിന്റെ നേരെ നിൽക്കാനായി പ്രാഗൽഭ്യമില്ല. അതുകൊണ്ടാ ചിലടത്തൊക്കെ ഭൂതം ഇറങ്ങാൻ നേരം ആമേൻ പാസ്റ്റർ ഇങ്ങോട്ട് വന്നേ ഒന്ന് കൈവച്ചെന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ പിടിക്കുന്നു, തിരിഞ്ഞടിക്കുമോ എന്നുള്ള ഭയമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്ന് ഈ വലിയ 6 അടിയും ആമേൻ 9 അടി ആമേൻ ചില്ലുവാനം വരും. അവന്റെ കണക്ക് കൂട്ടി എടുക്കുമ്പോൾ 6 മുഴുവൻ ഒരു ചാണുമുള്ള ഒരു വലിയ ആചാരബാഹുവായ മല്ലനായ ഗോലിയാത്തിനെ അവന്റെ സൈന്യത്തെ മുഴുവൻ തകർത്ത ഒരു ദാവീദിനെ അംഗീകരിക്കാൻ അവന് മനസ്സിലായി. ഹല്ലേലൂയ. ദാവീദ് ഈ ഗോലിയാത്തിന്റെ നേരെ ചെല്ലാൻ നേരം ശൗലിന്റെ പടച്ചട്ടയും എടുത്തിട്ടുണ്ട്. സ്തോത്രം. ശൗലിന്റെ ആ ഷൂ അങ്ങോട്ട് എടുത്തിട്ടപ്പോഴേ ദാവീദ് നടക്കാൻ നോക്കിയപ്പോൾ സ്തോത്രം കഴിഞ്ഞില്ലെന്നല്ലേ അവിടെ വായിക്കുന്നത്, അവൻ മൂക്കിടിച്ച് വീഴാൻ തുടങ്ങുകയാണ്. ആമേ 4 വയസ്സോ 2 വയസ്സോ ഒക്കെ ഉള്ള പിള്ളേര് ആമേ വലിയ ഷൂ എടുത്തിട്ട് നടക്കാൻ തുടങ്ങുന്നത് പോലെ ഇവൻ ഇതെടുത്തിട്ട് നടക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം ഊരി വെക്കാൻ നേരം പറയുകയാണ്, ഇവൻ ശീലിച്ചിട്ടില്ല, ഞാനിതെല്ലാം ഊരി വെക്കാം. അപ്പൊ ശീലിച്ചിട്ടില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പലരുടെയും വിചാരം ഇതൊക്കെ എടുത്തിടുമ്പോഴാണ് ശക്തി വരുന്നതെന്നാണ്. അങ്ങനല്ല. ഇതൊന്നും ഇട്ടില്ലേലും നിന്റെ ചെറിയ സ്തോത്രത്തിന്റെ മുമ്പിൽ ശത്രു വീഴും, നിന്റെ ഉപവാസത്തിന്റെ മുമ്പിൽ ശത്രു വീഴും, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ കർത്താവ് നിനക്ക് ശക്തി തന്ന് ശത്രുവിനെ വീഴ്ത്തിക്കളയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ അസൂയയായിരുന്നു ശൗലിനെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ദാവീദിനെ കൊല്ലാനായിട്ട് ഓടി നടക്കുക. എന്തോ കാര്യം, ഒറ്റപ്പാട്ടാണ്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നുവെന്ന് ആരാണ്ട് സ്ത്രീകൾ എങ്ങാണ്ട് പാടിയെന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. തനിക്ക് 1000 കിട്ടിയുള്ളല്ലോ, മറ്റവന് 10,000 കിട്ടി. അതുകൊണ്ട് എന്തോ ചെയ്യണം, അവനെ പരുവത്തിന് കൊന്നുകളയണം, അവനെ ഒടുക്കി കളയണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ ആത്മാവ് ഉള്ളതെല്ലാം ശൗലിന്റെ ആത്മാവാണ്. ശൗലിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളണം, കയ്യിൽ എന്തോമായിട്ടാണ് നടക്കുന്നത്? ശൗൽ എന്തോമായിട്ടാണ് ആയുഷ്കാലം മുഴുവൻ നടന്നതെന്നാണ് തിരുവചനം പറയുന്നത്? വാളുമായിട്ടല്ല, കുന്തവുമായിട്ട് നടന്നു. പരിചയമായിട്ടല്ല, കുന്തവുമായിട്ട് നടന്നു. കുന്തവുമായിട്ട് ആയുഷ്കാലം മുഴുവൻ നടന്നവൻ എന്തോ പറ്റി? കുന്തത്തെ തന്നെ വീണ് മരിച്ചു. ഹല്ലേലൂയ. കുന്തത്തെ വീണാണ് അവൻ മരിച്ചത്. അസൂയ കൊണ്ട് കുന്തവുമായി നടക്കുന്ന ആളുകളും ഇന്നും ആത്മീയരുടെ ഇടയിലും ഉണ്ട്. അസൂയയും കൊണ്ട് കുന്തവുമായിട്ട് നടക്കാൻ പാടില്ല. നീ കുന്തത്തെ വീണ് തന്നെ ഒടുങ്ങിപ്പോകാനിടയായി തീരും. ഇവിടെ ഇതാ ദാനിയേൽ വിശിഷ്ടനായി വിളങ്ങിയത് കൊണ്ട് അസൂയുണ്ടായിട്ട് ഇവരെന്താ ചെയ്തത്? ഇവര് ചെയ്ത കാര്യം തിരുവചനം പറയുന്നത്, ഹല്ലേലൂയ, ഈ മഹത്തുക്കളായ ആളുകൾ, കൂടെയുള്ള ആളുകൾ ആമേൻ ഇവരെ ശ്രദ്ധിച്ചിട്ട് ആമേൻ ഇവന്റെ അടുക്കൽ വേറെ പരിപാടി ഒന്നും നടക്കത്തില്ല, ഇവന്റെ ദൈവത്തെ കുറിച്ചല്ലാതെ. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇവന്റെ ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ വേറെ ഒന്നിലും ഇവനെ പിടിക്കാനൊക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. ദൈവമക്കളെ, അതെന്തോ ഒരു നല്ല സാക്ഷ്യമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. അവനെ കുറിച്ചുള്ള ഒരു നല്ല സാക്ഷ്യം, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഇവനെ കൊടുക്കാൻ പറ്റൂ. ബാക്കി ഒരു കാര്യത്തിലും. അപ്പൊ നമ്മുടെ ഈ ജീവിതം അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെ കളങ്കമില്ലാത്തവരായി തിരുവചനം പറയുന്നു,
ഹല്ലേലൂയ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ എങ്ങനെ നടക്കണം? അനിന്യരായും പരമാർത്ഥികളായും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി നടക്കണം. ഇരുട്ടിന്റെ പ്രവർത്തികളെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിൽ നടക്കണം. ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ 6 നടപ്പുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഒരു നടപ്പാണ് ആമേൻ, വെളിച്ചത്തിൽ നടക്കുക, മര്യാദയായി നടക്കുക, സത്യത്തിൽ നടക്കുക, സ്നേഹത്തിൽ നടക്കുക. ഇങ്ങനെ നടപ്പിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 6 നടപ്പുകൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ നടക്കുക. അപ്പോൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലൊക്കെ വീഴ്ചകൾ വരാം. പക്ഷേ ഓരോ ദിവസവും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കഴുകൽ പ്രാപിക്കും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് അറിയാമോ? ആർക്കറിയാം? അതുകൊണ്ടാണ് പറയുന്നത്. കണ്ണാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഭാഗം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എന്തുകൊണ്ട് കണ്ണിന് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കാനുള്ള സംവിധാനം വെച്ചിരിക്കുന്നു? എന്തുകൊണ്ടാണ് ക്ലീൻ ആയിട്ടിരിക്കുന്നത്? പറഞ്ഞേ, നിങ്ങൾക്കറിയാം. കണ്ണിന് പോളയുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ കണ്ണ് ഇങ്ങനെ ചിമ്മുന്നുണ്ട്. നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ കാണാത്ത പൊടിപടലങ്ങളുണ്ട്, അല്ലേ? അതൊക്കെ നമ്മുടെ കണ്ണില് വന്ന് പതിക്കും. കണ്ണിൽ വന്ന് അങ്ങനെ പതിക്കുന്നത് കൊണ്ട് കണ്ണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള നേഴ്സ് അതിനകത്തുള്ളത് കൊണ്ട് ഈ പൊടിപടലങ്ങളെല്ലാം ഇരുന്നാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു ദിവസം നമ്മൾ 10,000 പ്രാവശ്യം കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമെന്നാണ് കണക്ക്. ആവറേജാ പറഞ്ഞിരിക്കുന്നത്. ചിലർ അതിൽ കൂടുതലങ്ങ് കണ്ണ് അടയ്ക്കുകയും തുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ ആവറേജ് 10,000 പ്രാവശ്യം അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും കൺപോള ഇങ്ങനെ അടയുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അത് ക്ലീൻ ആകുകയാണ്. നിങ്ങൾ ഈ കുഷ്ഠരോഗിയുടെ കാര്യം എടുക്കുക. കുഷ്ഠരോഗികൾ അവർക്ക് കണ്ണിന്റെ ഇമ വെട്ടാൻ കഴിയാത്ത വിധത്തിൽ കൺപോളകൾ ചലിക്കാതെയാകുന്ന അവസരം ഉണ്ടാകും. അവർക്ക് കണ്ണിനകത്ത് കുഷ്ഠൻ വന്നിട്ടല്ല അവർ കണ്ണ് കാണാൻ വയ്യാതാകുന്നത്, അവർ അന്ധരായി മാറുന്നത്. പിന്നെയോ കൺപോളകളിലെല്ലാം കുഷ്ഠം ബാധിക്കുമ്പോൾ, ഇതിന്റെ മൂവ്മെന്റ്സ് നടക്കാതിരിക്കുമ്പോൾ പൊടികളും അതുപോലെ തന്നെ അഴുക്കുകളും എല്ലാം കയറി അവർ ബ്ലൈൻഡായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ഈ കണ്ണിന്റെ കാര്യം പറയാൻ കാരണം, ഇതുപോലെ നമ്മുടെ അന്തരാത്മാവിൽ ഈ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഈ വൈപ്പർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വൈപ്പർ ഒന്ന് ഓൺ ചെയ്ത് എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അതിനായി ഉപവാസ പ്രാർത്ഥന. ഹല്ലേലൂയ. അല്ലാതെ വലിയ ബഹളത്തിനല്ല ഇവിടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ തന്നെ ശോധന ചെയ്യാനും രൂപാന്തരപ്പെടാനും കർത്താവ് ഇന്ന് വന്നാൽ പോകത്തക്കവണ്ണം നമ്മളെ എക്യൂപ്പ് ചെയ്യാനാണ് ഈ ഫാസ്റ്റിംഗ് പ്രയർ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മളെ തന്നെ താഴ്ത്താനാണ് ഉപവാസം. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ സമയത്ത് അസൂയ എല്ലാം മൂത്ത ആളുകൾ ദാനിയേലിനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർക്ക് യാതൊരു തെറ്റും കുറ്റവും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവര് ഈ ഇങ്ങനെ ഒരു ദോഷം ചെയ്യാനായിട്ട്
ആലോചന ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ വായിക്കുന്നത് ബന്ധപ്പെട്ടു എന്നൊരു വാക്കുണ്ട്. അത് ആവർത്തിച്ചു വരുന്നുണ്ട്. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാമത്തെ വാക്യം. ബന്ധപ്പെട്ട് എന്നും എന്തൊരു അത്യാവശ്യമാണെന്ന് നോക്കിയ ഒരു പാവപ്പെട്ടവന് ദോഷം ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുകയാണ്. ഇനി അതിന്റെ 11-ാം വാക്യം. ബന്ധപ്പെട്ട് ചെല്ലുകയാണ്. എന്തൊരു അത്യാവശ്യമാണെന്ന് നോക്കിക്കേ. ഒരു ദോഷവും ചെയ്യാത്തവനെ ദോഷം ചെയ്യാനായി ഭാര വയ്ക്കാനായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുകയാണ്. ഇനിയും 15-ാം വാക്യം. 3 പ്രാവശ്യം അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവർക്ക് ബന്ധപ്പാടുണ്ടായി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇവരെ എന്തിനാ ദൈവം ബന്ധപ്പെടുത്തിയത്? ഇവർ ഈ പോകുന്നിടത്തെല്ലാം ബന്ധപ്പെടുന്ന പറഞ്ഞാൽ തടസ്സം ഉണ്ടായതല്ലേ, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായി അല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തിനാണ് തടസ്സങ്ങൾ ദൈവം കൊണ്ടുവന്ന് ഇട്ടതെന്നറിയാമോ? ഈ ശത്രുവാണെങ്കിലും അവനെ ചില അനർത്ഥം ദൈവം അവനെ തടയുകയായിരുന്നു. എന്നിട്ടും ആ മതിലെല്ലാം ഇടുമ്പോഴും അവൻ അത് ചാടിക്കിടക്കുക. ബിലയാമിന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ബിലയാം അങ്ങോട്ട് ദൈവഹിതമല്ലാത്ത വഴി പൊക്കോണ്ടിരിക്കുമ്പോൾ ദൈവം ആദ്യമേ പറഞ്ഞു പോകരുതെന്ന് 1-ാമത്തെ വാണിംഗ് ആയിരുന്നു. 2ാമത് ദൈവം ആ ദൂതനെ ആ കഴുതയുടെ മുമ്പിൽ നിർത്തി. ഹല്ലേലൂയ. അതിനു മുൻപേ ഒരു ഇടുങ്ങിയ സ്ഥലം വന്നപ്പോൾ പ്രവാചകന്റെ ആ കാല് ഞെരുങ്ങത്തക്കവണ്ണം, കാല് നല്ലതുപോലെ നൊന്തപ്പോഴേലും വീട്ടിൽ പോണ്ടായോ? എടാ, ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് ആകെ കുഴച്ചിലാണല്ലോ, അതുകൊണ്ട് പോയേക്കാൻ, തമ്പുരാന്റെ ഹിതമല്ലാത്ത വഴിയിലാണ് ഞാനീ പോകുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചില്ല. വണ്ടി തിരിച്ചു വിട്ടില്ല, പിന്നെ പോവുകയാണ്, അവിടോട്ട് തന്നെ പോവുകയാണ്. പിശാച് അങ്ങനെ ഉള്ള സമയങ്ങളിൽ ദൈവമക്കൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, നമ്മളെ മുമ്പോട്ട് അങ്ങനെ അടിച്ചോണ്ട് പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ചില വഴികൾ മനുഷ്യനെ ചൊവ്വായി തോന്നും, എന്നാൽ അതിന്റെ അവസാനമോ നാശ വഴികളത്രേ. സ്തോത്രം. പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ ദൂതൻ വന്ന് അവിടെ മുമ്പിൽ നിൽക്കുന്നു. സ്തോത്രം. അത് കണ്ടോണ്ട് ഉരിയാട കഴുത നാവെടുത്ത് സംസാരിച്ച് പ്രവാചകന്റെ ബുദ്ധിഭ്രമം തടഞ്ഞുവെന്നാണ് പത്രോസ് പറയുന്നത്. ഇങ്ങനെ ഒരു അരഭ്രാന്തനായിട്ടങ്ങ് മാറി. കാണിക്കുന്നതെല്ലാം വെളിവുകേടാ. അപ്പോൾ ദൈവമക്കളെ ഓർത്തു നോക്കുക, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ബന്ധപ്പാടുണ്ടായി. 3 പ്രാവശ്യം ആവർത്തിച്ച് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അവർ ബന്ധപ്പെട്ട് ചെന്നു. രാജാവിനെ കാണാൻ ചെന്നിട്ട് തടസ്സം, അതിന് വേറൊരു കാര്യം ചെയ്യാൻ ചെന്നിട്ട് അവിടെ തടസ്സം, അതിനപ്പുറത്ത് ചെന്നിട്ട് വേറെ തടസ്സം. എന്തായിരുന്നാലും തടസ്സങ്ങളെല്ലാം ദൈവം വരുത്തിയിട്ടും അതെല്ലാം ചാടി അങ്ങ് പോയി. എന്താണ് അതിന്റെ അവസാനം എന്നുള്ളത് പിന്നെ ഞാൻ പറയാം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ദാനിയേൽ ഇങ്ങനെ ദോഷം ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരിതെല്ലാം ചെയ്തു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ തീരുമാനമുണ്ടായി. രേഖ വിപരീതമായി. 9-ാം വാക്യം എന്ന് വായിച്ചു. 9-ാം വാക്യം. സ്തോത്രം. പത്താം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്ന് മുമ്പ് ചെയ്തുവന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തിരുവചനം പറയുകയാണ്, ഹല്ലേലൂയ, രേഖ എഴുതിയെന്ന് കണ്ടപ്പോൾ, വിവിരോധമായിട്ടുള്ള രേഖ എഴുതിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ദാനിയേൽ ഒരു കാര്യം ചെയ്തു. ആ ഡിഗ്രി ഇറക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്നോ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നോ വിചാരിച്ച് വെപ്രാളപ്പെട്ട് നടക്കുകയല്ല.
രേഖ വിപരീതമായി എഴുതിക്കൊള്ളട്ടെ. ഇത് രാജാവിന്റെ രേഖയല്ലയോ? എന്നാൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാൻ വേറൊരാളിനെ കാണാൻ പോവുകയാണ്. ഇവിടുത്തെ മന്ത്രിമാരെ കാണാനല്ല, ഇവിടുത്തെ MLA കാണാനല്ല, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനല്ല, രാജാവിനെ കാണാൻ പോവുകയാണ്. അവന്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ പോവുകയാണ്. അവനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവനോട് ദൈവത്തിന്റെ സന്നിധിയിൽ 3 സമയം, രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയ 55 സങ്കീർത്തനം 17 വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമ്മളെല്ലാവരും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നീ MLA കാണാൻ പോകാനോ, കോർട്ടിലെ ഹല്ലേലൂയ അഡ്വക്കേറ്റിനെ കാണാൻ പോകാനോ, റെക്കമെൻഡേഷന് പോകാനോ ഒന്നുമല്ല തമ്പുരാന്റെ പദ്ധതി. പിന്നെയോ, നീ മുട്ടുമടക്കിക്കൊള്ളുക. രാജാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുകയാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ പിടിച്ച് ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവമക്കള് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹല്ലേലൂയ, 2001 കാലയളവിൽ ആണെന്ന് തോന്നുന്നു. സ്തോത്രം. 2001 കാലയളവിലാണ് ഹല്ലേലൂയ BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഭരിക്കാനായിട്ട് തുടങ്ങിയ ഉടനെ തന്നെയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊല്ലുന്നു. അതുപോലെ തന്നെ അരുൾദാസ് എന്ന് പറയുന്ന ഒരു പട്ടക്കാരനെ കുത്തിക്കൊന്നു, ചുട്ടുകരിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ 2 കന്യാസ്ത്രീമാരെ മാനഭംഗപ്പെടുത്തി. അങ്ങനെ അവരുടെ ആ ഭരണത്തിന്റെ അധികാരത്തിന്റെ ആ തീവ്രത, അവർക്ക് കിട്ടിയ അധികാരം 19 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ കയ്യിൽ ഭരണം കിട്ടിയെന്നുള്ള നിഗളത്തിൽ അവരോരോ സ്ഥലങ്ങളിലും സുവിശേഷത്തിനെതിരായി ശക്തിയോടെ പീഡനം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുമ്പനാടിൽ കൺവെൻഷൻ നടക്കുന്നത്. ഗ്രഹാം സ്റ്റെയിൻസ് മരിക്കുമ്പോൾ അന്ന് രാവിലെ കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ KC ജോണ് പത്രത്തിൽ വന്ന ആ വാർത്ത പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. എന്റെ ആയുസ്സിൽ ഞാൻ 1000കണക്കിന് പ്രാവശ്യം ആവർത്തിച്ചൊരു മെസ്സേജ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജാണ്. എനിക്ക് ഇന്നും കേട്ടില്ല, മതി വരുന്നില്ല. ഹല്ലേലൂയ. 1000കണക്കിന് പ്രാവശ്യം ഞാൻ അത് ആവർത്തിച്ച് കേട്ടു. അതൊരു മെസ്സേജാണ്. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹല്ലേലൂയ ശുശ്രൂഷയായിരുന്നു. അതിനകത്ത് ഞാൻ പറയാൻ വന്നത്, അന്ന് അവിടെ കൂടിയിരുന്ന ദൈവമക്കളെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി ഒരു തീരുമാനം എടുത്ത്, ഇന്ന് നാളെയും മറ്റന്നാളിലുമായി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് ജനത്തെ ആഹ്വാനം ചെയ്ത് ഈ ഭാരത ഭൂമിയെ അന്ധകാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ ചോര കുടിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന സാത്താന്യ ശക്തിയെ ഈ കൂട്ടമായി ഞങ്ങൾ പിടിച്ചു കെട്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സ്തോത്രം. അന്നത്തെ ഭൂരിപക്ഷമൊക്കെ അനുസരിച്ച് വന്ന ഒരു വരവെന്ന് പറഞ്ഞ എന്തുവായിരുന്നു ദൈവമക്കളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 5 വർഷം തയ്ക്കുന്നതിന് മുമ്പേ തമ്പുരാൻ അവരെ ഹല്ലേലൂയ മറിച്ചിട്ടു. പിന്നെ ആ കസേരയിൽ ഇരിക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ല. സ്തോത്രം. ഇതാ ദൈവത്തിന്റെ പരിപാടി, ഇതാ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൊന്നയാള് വർഷങ്ങൾ പലത് കഴിഞ്ഞ 1 വർഷമായെന്ന് തോന്നില്ലേ, അടുത്ത സമയത്താണ് ഹല്ലേലൂയ ഒറീസയിലുള്ള ആദ്യം ഹല്ലേലൂയ തീ വെച്ച അവനെ സ്തോത്രം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട അവൻ ദൈവസഭയുടെ അംഗമായിട്ട് മാറി. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പറയാൻ വന്നത്, ഹല്ലേലൂയ, ജയലളിത തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഒരു ബില്ല് കൊണ്ടുവന്നു, നിയമം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഈ ആരെങ്കിലും ക്രിസ്ത്യാനികളായി മാറിയാൽ
അവരെ പിടിച്ച് അവരെ അങ്ങനെ മാറ്റുന്നവരെ ജയിലിലടയ്ക്കുമെന്നൊക്കെയുള്ള ബില്ല് കൊണ്ടുവന്നു. ദൈവമക്കളെല്ലാം കൂടെ എന്തോ ചെയ്തു? സ്തോത്രം. അന്നേരം അമ്മയെ നിവേദനം കൊണ്ട് പോവുകയല്ല, ദൈവമക്കൾ എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ഹോള് തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ആ സംഭവം ചരിത്രം ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും. ആമേൻ. ആ ബില്ല് കൊണ്ടുവന്നതിന് 6 മാസം തികയുന്നതിന് മുൻപേ ആമേൻ ജയലളിതയുടെ കസേര മറിഞ്ഞു, ഗവൺമെന്റ് മറിഞ്ഞു. തമ്പുരാൻ രാജാക്കന്മാരെ നീക്കം ചെയ്യുന്നതും വാഴിക്കുന്നതും ദൈവമാണെന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നത് വരെ നമ്മുടെ ദൈവം ആരാന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രാർത്ഥിച്ചാൽ മതി. സാധാരണക്കാരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അവർ അണിയണിയായി പറക്കുന്നു, അണിയണിയായി നടക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ സാധാരണക്കാരാണ്. ഇവിടെ നോക്കുമ്പോൾ വെറുതെ കൈയടിക്കുന്നവരാണ്. ഇവിടെ നോക്കുമ്പോൾ വെറും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഇവിടെ നോക്കുമ്പോൾ വലിയ കഴിവില്ലാത്തവരാണ്. ഇവിടെ നോക്കുമ്പോൾ വലിയ പണമില്ലാത്തവരാണ്. ഇവിടെ നോക്കുമ്പോൾ വലിയ ആരോഗ്യമില്ലാത്തവരാണ്. ഇവിടെ നോക്കുമ്പോൾ വലിയ നിറമില്ലാത്തവരാ. ഇവിടെ നോക്കുമ്പോൾ വലിയ ആമേൻ കഴിവില്ലാത്തവരാണ്. എല്ലാം നിന്റെ കൈയടിക്ക് സകലയുണ്ട്, നിന്റെ ശബ്ദത്തിന് സകലയുണ്ട്, നിന്റെ ആരാധനയ്ക്ക് സകലയുണ്ട്, നിന്റെ സ്തോത്രത്തിന് സകലയുണ്ട്. അത് രാജ്യങ്ങളെ പിടിച്ച് കുലുക്കുന്ന സകലയാ. അന്തോന പ്രൗഢം ജുഡം ഭാരം പ്രൗഢധികനം അസ്ഥാന പ്രൗഢധിരാരമൗദ്ധവാരംഭ. ഹല്ലേലൂയ. നീ വിശ്വാസത്താൽ ആരാധിച്ചാൽ, നീ വിശ്വാസത്താൽ കൈയടിച്ചാൽ, നീ വിശ്വാസത്താൽ സ്തോത്രം ചെയ്താൽ, നീ വിശ്വാസത്താൽ മുഴങ്കാലുകളെ മടക്കിയാൽ എന്റെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നത്? എത്ര പേർ ഏറ്റെടുക്കുന്നത്? ദൂര് എത്ര പേർക്ക് ആമേൻ മനസ്സിലായി ഞാൻ പറഞ്ഞത്? ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഈ മസ്കറ്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ചില നിയമങ്ങൾ മാറ്റി എഴുതാൻ പോവുകയാണ്. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നേർത്തോട് കണക്ക് ഇരിക്കുന്ന തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്ന ദൈവമാ. നീ കണക്കൂട്ടുന്ന വിധത്തിലല്ല കാര്യങ്ങൾ തിരിഞ്ഞ് മറിഞ്ഞ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. നിന്റെ സന്തതിയെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. നിന്റെ ജോലിയെ കുറിച്ചുള്ള എന്റെ വിചാരങ്ങൾ വലിയവയാണ്. അത് ശുഭഭാവിയാണ്. അത് ശുഭഭാവിയാണ്. അതൊരു ശുഭഭാവിയാണ്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്ക് എത്രയല്ല യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ളതാണ്. നിന്റെ ബിസിനസിനെ കുറിച്ച്, നിന്റെ ജോലിയെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, നിന്റെ കയ്യിലുള്ള സമ്പത്തിനെ കുറിച്ച്, നിന്റെ വീടിനെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് എന്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടുള്ളതല്ല. ജുഡംബാരം പ്രൗഢധികാര ബൗദ്ധവേ.
ഏറ്റെടുക്കാം, ഏറ്റെടുക്കാം, ഏറ്റെടുക്കാം. അത്യുന്നതൻ ഇറങ്ങിയിട്ടുണ്ട്, രാജാവ് ഇറങ്ങിയിട്ടുണ്ട്, വലിയവൻ ഇറങ്ങിയിട്ടുണ്ട്. ചിലതിനെ ചലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, ചിലടത്ത് കാറ്റടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, കാറ്റടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, കാറ്റടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉടങ്ങിയ നിലം കാണത്തക്കവണ്ണം കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് രാത്രി മുഴുവൻ അടിക്കും, കാറ്റ് രാത്രി മുഴുവൻ അടിക്കാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ചെങ്കടൽ വിഭാഗിക്കാൻ വേണ്ടി കിഴക്കൻ കാറ്റിനെ ദൈവം വരുത്താൻ പോകുകയാ. ഈ മാസത്തിന്റെ 10-ാം തീയതി ദൈവത്തിന്റെ ജനമേ, നീ അത് ഏറ്റെടുത്തുകൊള്ളുക. കാറ്റടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 10 ദിവസങ്ങൾ, 11 ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണങ്ങിയ നിലം വരും, ഉണങ്ങിയ നിലം കാണും. എത്ര പേർ ആ ദൂത് മനസ്സിലായി? എത്ര പേർ അത് ഏറ്റെടുക്കും? എന്റെ ദൈവം കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു, കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു, കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്റെ ദൈവത്തെ സകലം കഴിയുമെന്ന് അവന്റെ ഉദ്ദേശങ്ങൾ സാധ്യമല്ലെന്ന് ഞാൻ അറിയല്ലോ. കർത്തകാര ഗംഭീരി റൈഡവാരവലവരവലവരവ അസ്തുന പ്രൗഢം ജുഡം ഭാരം പ്രൗഢധികന ലൂഖാരവാരവലവരവലവരവരവരവരവരവ ഉടരഗരഗാനന്ദരാജന റൗഡവാരവലവരവലവരവ ഓരികാരവലധികമനമനവേ അന്തുന പ്രൗഢം ജുഡാരകൽഖന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. നീ മുട്ടുമടക്കിയാൽ മാത്രം മതി, നീ ഉപവസിച്ചാൽ മാത്രം മതി, നീ 3 നേരം പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നീ യാമങ്ങൾ തോറും പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നീ ദൈവത്തിന്റെ സ്ഥലം കാണാൻ മാത്രം മതി, നീ കണ്ണുനീരൊഴുക്കിയാൽ മാത്രം മതി. നിനക്കൊരു റെക്കമെൻഡേഷന് വേണ്ടി ആരുമില്ലെങ്കിലും കണ്ണുനീരൊഴുക്കിയാൽ മാത്രം മതി. എന്റെ പൈതലിന്റെ കാര്യം അവൻ ഏറ്റെടുത്തുകൊള്ളും, അഡ്മിഷന്റെ കാര്യം അവൻ ഏറ്റെടുത്തുകൊള്ളും, അവന്റെ പഠന കാര്യം അവൻ ഏറ്റെടുത്തുകൊള്ളും, അവന്റെ ഭാവി കാര്യം അവൻ ഏറ്റെടുത്തുകൊള്ളും, അവന്റെ വിവാഹ കാര്യം അവൻ ഏറ്റെടുത്തുകൊള്ളും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കൾ ആ വിശ്വാസത്താൽ അത് ഏറ്റെടുത്താൽ ജീസസ് 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 ജീസസ്. പ്രാർത്ഥിച്ചവനാണെങ്കിലും അവൻ ഗുഹയിൽ വീഴേണ്ടി വന്നു. നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിലും വേദനയിൽ കൂടെ കടന്നു പോകേണ്ടി വരാം. ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം എന്ന് വായിച്ച്. 22-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യം. ആമേൻ. ദൈവദാസനായ പൗലോസിനെ അടിച്ചു. ആമേൻ. ഹല്ലേലൂയ. 22-ാം വാക്യമാണ്. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. അപ്പോസ്തലനെ അടിച്ച് ആമേൻ ജീവൻ പോലും ഇല്ലെന്ന് വിചാരിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, മരിച്ചെന്ന് വിചാരിച്ച് അവരെല്ലാം അവിടുന്ന് ഇട്ടേച്ചു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് സ്തോത്രം എഴുന്നേറ്റു. സഹോദരന്മാരെല്ലാം അവിടെ വന്ന് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ് ഇങ്ങനെ, ഹല്ലേലൂയ, നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ. ആമേൻ. ആക്ട്സ് ചാപ്റ്റർ 14:22. ആക്ട്സ് 14:22. അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും അവരെ പ്രബോധിപ്പിച്ചു, ഓർപ്പിച്ചു. സ്തോത്രം. അപ്പൊ ദൈവരാജ്യത്തിൽ കടക്കാൻ എന്തോ വേണം? എന്തോ ഉണ്ട്? കഷ്ടതയുണ്ട്. സ്തോത്രം. ദൈവരാജ്യത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടല്ല.
ദൈവരാജ്യത്തെ കുറിച്ച് 3 കാര്യങ്ങളാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഒന്ന്, ദൈവരാജ്യം കാണുക. യോഹന്നാൻ 3:3. 2, ദൈവരാജ്യത്തിൽ കടക്കുക. 5-ാം വാക്യം, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. 3, ദൈവരാജ്യം അവകാശമാക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ വീട്ടിലോട്ട് നിങ്ങൾ വരികയാണെന്നിരിക്കട്ടെ, പുറത്തു നിന്ന് ഈ വീട് കണ്ടു. കാണുന്നത് കൊണ്ട് കടക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ദൈവരാജ്യം കാണാൻ കഴിയും. അതിന്റെ സന്തോഷം നമുക്ക് കാണാനായിട്ട് കഴിയും. അതാ നമ്മൾ ഒരു യോഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഈ എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് കടന്നില്ല. നമ്മളിവനെപ്പോഴാ കിടക്കുന്നത്? വെള്ളത്താലൊരു ജനനം, ആത്മാവിനാൽ ജനനം, ദൈവവചനം കേട്ട് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്നാനപ്പെടുമ്പോൾ നമ്മൾ ആ ദൈവരാജ്യത്തിന് അകത്തോട്ട് കടന്നു എന്ന് വിചാരിച്ചോണ്ട് അവകാശമായോ? നിങ്ങൾ ഈ വീട്ടിനകത്തോട്ട് വന്നോണ്ട്, ഞങ്ങൾ ഇതിനകത്ത് ഒത്തിരി നാൾ താമസിച്ചോണ്ടോ ഈ വീട് അവകാശമായി കിട്ടുന്നുണ്ടോ? ഇല്ല. അല്ല, ഒമാനിയുടെയാ. തൽക്കാലത്തേക്ക് താമസിക്കാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പിന്നെ അവകാശമാക്കണേ എന്താ വേണം? അവകാശമാക്കണേ വില കൊടുക്കണം. അതിനാ ദൈവത്തിന് കഷ്ടം അനുഭവിച്ച ദൈവരാജ്യത്തിൽ കിടക്കുന്നെന്ന് പറയുന്നത്. കഷ്ടം അനുഭവിക്കണം, വില കൊടുക്കണം. കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് ഉപമകൾ പറഞ്ഞപ്പോൾ 7 കാര്യങ്ങൾ മത്തായി 13-ാം അധ്യായത്തിൽ പറഞ്ഞു. അതിനകത്ത് ഒരു ഉപമയാണ്. ഒരു മനുഷ്യൻ വയലിൽ കൂടെ പോകുമ്പോൾ അതിനകത്തൊരു നിധി കണ്ടിട്ട് അയാൾ വീട്ടിൽ ചെന്ന ഭാര്യയോട് പറഞ്ഞു, എടി, നമുക്ക് ഈ വീടും നമ്മുടെ ഫ്രിഡ്ജും നമ്മുടെ വാഷിംഗ് മെഷീനും നമ്മുടെ വണ്ടിയും എല്ലാം വിൽക്കാനുള്ളതെല്ലാം അങ്ങ് വിൽക്കാം. അപ്പൊ ആ സ്ത്രീ ചോദിച്ചേട്ടാ, ഈ മനുഷ്യൻ ഇങ്ങനെ ഇവിടുന്ന് രാവിലെ പോകുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തോ പറ്റി? മനുഷ്യ, നിങ്ങൾക്ക് എന്തോ പറ്റി? എന്തോ വാങ്ങിക്കാനാണ്? അപ്പൊ പറഞ്ഞു, ഞാന് ഒരു നിലം കണ്ടു, നിന്നെ കൂടെ കാണിക്കാം, വാ, വിളിച്ചുകൊണ്ട് ഒന്ന് കാണിക്കാൻ. അവര് വന്ന് നോക്കിയപ്പോ എന്തോ ആണ് അവിടെ? വലിയ നിലവാ. നിലം കാണിച്ചിട്ട് അപ്പൊ ഭാര്യ വഴക്കുണ്ടാക്കി, നിങ്ങൾക്ക് ഭ്രാന്തല്ലാതൊന്നും അല്ല, അവൻ എന്തോ ഈ കാണിക്കുന്നത്? നമ്മുടെ നല്ല ഒന്നാന്തരം വീടും പറമ്പും സ്ഥലവും ആ കൃഷിഭൂമികളെല്ലാം വിറ്റേച്ച് ഈ തരിശു കിടക്കുന്ന നിലം വാങ്ങാനോ? എന്നാൽ അയാൾക്കൊരു കാര്യം അറിയാം. സ്തോത്രം. അവിടെ വായിക്കുന്നത് അയാൾ ഒരു കാര്യം അവിടെ മറച്ചു വെച്ചിട്ടാ വന്നത്. സ്തോത്രം. അയാൾ കണ്ട ഒരു കാര്യം അവിടെ മറച്ചു വെച്ചു. എന്തുവാ? നിധി. സ്തോത്രം. ആ പാഴ്നിലമാണെന്ന് ലോകത്തിൽ എല്ലാവരും പറയുന്നെങ്കിലും അങ്ങേര് കണ്ട ഒരു കാര്യമുണ്ട്. അങ്ങേര് കണ്ടത് നിധിയാ. നമ്മളും കർത്താവിനെ കണ്ടേച്ച് വെറുതെ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു യോഗത്തിൽ നിന്ന് അരക്കൈ മുക്കാക്കൈ ഒക്കെ പൊക്കിയേച്ച് ഇങ്ങ് പോരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിനെ യഥാർത്ഥമായി കണ്ടോ പ്രിയരെ? ആഴത്തിൽ കർത്താവിനെ അറിഞ്ഞോ? അറിഞ്ഞെങ്കിൽ ആ നിധിക്ക് വേണ്ടി ലോകമെല്ലാം പറയുക, നീ വെറുതെ പാഴ്നിലമാണ്. കാരണം അവർ ഇതൊന്നും കണ്ടില്ല, അവർ ഈ നിധി കണ്ടെത്തിയില്ല. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന ആ നിധിക്ക് വേണ്ടി മുഴുവൻ ത്യജിക്കുകയാണ്. നമുക്കറിയാം, ഹെൻറി 8-ാമിനെ കുറിച്ച് ചരിത്രം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് ഹല്ലേലൂയ രാജ്യഭാരമുണ്ട്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത നാടിന്റെ ഉടമകളായി അവർ ജീവിച്ചു വരുമ്പോൾ ഹെൻറി 8 എന്താ ചെയ്തതെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഒരു സ്ത്രീയോട് സ്നേഹം ഉണ്ടായിരുന്നു. അവരെ വിവാഹം ചെയ്യാനായിട്ട്, അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ഭാര്യയുണ്ട്, എന്നാൽ വിവാഹം ചെയ്യാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെട്ടപ്പോൾ പോപ്പിന്റെ അടുക്ക ചെന്ന് അനുവാദം ചോദിച്ചപ്പോൾ പോപ്പ് പറഞ്ഞു, ഒന്നുകിൽ നീ ചെങ്കോല് പിടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, അവളെ ഭാര്യയായിട്ട് രണ്ടാമത് നീ വിവാഹം കഴിച്ചാൽ നിന്റെ രാജ്യത്വം. അയാൾ എന്തോ തിരഞ്ഞെടുത്തത്? അയാള് രാജ്യത്വം എല്ലാം വിട്ടുകളഞ്ഞേച്ച് ആ സ്ത്രീയുടെ പുറകെ പോയെന്നാണ് ചരിത്രം. ഒരു സ്ത്രീക്ക് വേണ്ടി.
സൂര്യൻ അസ്തമിക്കാത്ത നാടിന്റെ ഭരണം അതിന്റെ ചെങ്കോൽ വിട്ടുകളഞ്ഞു. നമ്മളും ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ ചില കാര്യങ്ങൾ നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതാ നമ്മൾ കണ്ടെത്തിയ നിധി. ക്രൈസ്തലോ ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇവൻ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ, മുട്ടുമടക്കിയത് മാത്രമേ ഉള്ളൂ. ആമേൻ. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ആളിനെ സിംഹക്കുഴിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആമേൻ. നമ്മുടെ തിരുവചനത്തിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവന് ആമേൻ എങ്ങനെയാണ് ഈ സ്തോത്രം ഈ സിംഹങ്ങളുടെ വായ അടച്ചതെന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ എബ്രായ ലേഖനം എടുത്ത് 11-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം, 11-33 സ്തോത്രം. വിശ്വാസികളുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ 11-ന്റെ വിശ്വാസവീരന്മാരുടെ പട്ടികയാണ് അവിടെ പറഞ്ഞു വരുന്നത്. 33-ാം വാക്യം എന്ന് വായിച്ചേ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു. അതെങ്ങനെയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേ, വിശ്വാസത്താലാണ്. അപ്പോ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് എന്തോ കൂടെ ഉണ്ട്? വിശ്വാസമുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കണം. ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞു. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ദൈവം ഹല്ലേലൂയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. അറിവുണ്ടെന്നുള്ളത് കൊണ്ട് വിശ്വാസം വരണമെന്നില്ല. അറിവുള്ളത് കൊണ്ട് വിശ്വാസം വരണമെന്ന് ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, നമ്മൾക്കറിയാം, ഈ സക്കരിയ പ്രവാചകന്, സക്കരിയ എന്ന് പറയുന്ന പുരോഹിതന് ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ ദൂതൻ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ സക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ആമേൻ. ഹല്ലേലൂയ. അവൻ വലിയവനാകും. 7 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ വയസ്സ് എന്നായതുകൊണ്ട് അവൻ ചിന്തിച്ചു. ആമേൻ. ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് ഇത് സംഭവിക്കുന്ന നാള് വരെ നീ സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഊമനായിരിക്കും എന്ന് പറഞ്ഞു, മൗനമായിരിക്കും എന്ന് പറഞ്ഞു. തക്ക സമയത്ത് നിവർത്തി വരാനുള്ളത്. സുരേഷ് പോകണം, സമയമായി. സുരേഷ് പോകണേക്ക് അല്ലേ? അധികം താമസിക്കത്തില്ല. 10 മിനിറ്റോടെ 10 മിനിറ്റുള്ളിൽ തീരും. പോണെങ്കിൽ പൊയ്ക്കോ, അല്ല ധൃതി ഉണ്ടെങ്കിൽ 10 മിനിറ്റോട്. കൃപ അപ്പോൾ ഹല്ലേലൂയ ഈ മനുഷ്യൻ അത് വിശ്വസിച്ചില്ല, അല്ലേ? എന്നാൽ ഇതേ ദൂതൻ തന്നെ, ഇതേ ഗബ്രിയേൽ ദൂതൻ തന്നെ മറിയയുടെ അരികിലും ചെന്നു. മറിയയും സക്കരിയാവിനെയും വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് ദൈവവചനം കൂടുതൽ അറിയാവുന്നത്? സക്കരിയാവിനാണ്. കാരണം അവൻ പകലത്തെ അവരുടെ പള്ളിയിലെ ബൈബിൾ ക്ലാസ് എടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് 100-ാമത്തെ വയസ്സിലാണ്
സന്തതി ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളാ അല്ലേ? എന്നാൽ തന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ മനസ്സില്ലായിരുന്നു, ആ വിശ്വാസമില്ലായിരുന്നു. ഹല്ലേലൂയ. പലരും പല കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും വിശ്വാസമില്ല. അതെ 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 ഹല്ലേലൂയ. നീ പറയുന്നെങ്കിലും വിശ്വാസം ഇല്ലല്ലോ, വിശ്വാസമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലെ ഈ ഒരു പള്ളിയിലുള്ള ഒരു റിട്ടയർ ചെയ്ത ഒരു ജോർജ് സാറ് ഈ വിശുദ്ധ നാടെല്ലാം കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ പട്ടക്കാരൻ പറഞ്ഞു, സാറ് കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ 10-15 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞു, സമയം അധികമില്ല, അതുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഈ കണ്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് വിശുദ്ധ നാടെല്ലാം സന്ദർശിച്ച കാര്യം, യോർദാൻ നദിയിൽ കർത്താവ് സ്നാനപ്പെട്ട സ്ഥലം, ഈ ലാസറിന്റെ കല്ലറ, ഇങ്ങനെയൊക്കെയുള്ള കർത്താവ് അടക്കപ്പെട്ട സ്ഥലം, ഉയർത്തെഴുന്നേറ്റ മല, ഇതെല്ലാം ഇങ്ങനെ അടുക്കായിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് ആമേൻ. അതിനെ തുടർന്ന് അദ്ദേഹം അതിന്റെ പുറകിൽ അവിടുത്തെ അച്ഛൻ പ്രസംഗിച്ചു. അതിനെ തുടർന്ന് കുർബാന ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ ആ പള്ളിയിലെ സെക്രട്ടറി അതിനെ തുടർന്ന് അവിടെ നിന്നുകൊണ്ട് ആമേൻ പരസ്യമൊക്കെ വായിച്ചതിന് ശേഷം എല്ലാവരും പള്ളി പിരിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആമേൻ ജോർജ് സാറിന്റെ പുറത്ത് ആരാണ്ട് ഒരാൾ തട്ടുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ സെക്രട്ടറിയാണ്. അപ്പോൾ സെക്രട്ടറി ആ പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ജോർജ് സാറിനോട് ചോദിക്കുക, അപ്പൊ ഇതെല്ലാം ശരിയല്ലയോ? ഈ കാന എന്ന് പറയുന്ന സ്ഥലവും അപ്പോൾ ദൈവത്തിന്റെ മക്കളെ, പലർക്കും ഇതൊക്കെ പറയുന്നെങ്കിലും വിശ്വാസമില്ല. ഇതൊക്കെ ഏതാണ്ടൊക്കെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ആ മുസ്ലിം സഹോദരനോട് ഹല്ലേലൂയ ഞാനിങ്ങനെ അതിനുശേഷം 1.5 മണിക്കൂർ പിന്നെ അദ്ദേഹത്തോട് സംശയങ്ങളൊക്കെ തീർക്കും. അപ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ എന്തിനാണ് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു കത്തോലിക്ക വിശ്വാസിയോട് ചോദിച്ചപ്പോൾ, ആമേൻ, എന്തിനാണ് അത് തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ, യേശു അങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ക്രിസ്ത്യാനിയായ ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, യേശു എന്ന് പറയുന്നത് ഒരു വെറും തച്ചനായിരുന്നു. 30 വയസ്സ് വരെ ഒരു തച്ചനായിട്ടിരുന്ന ആളാണ്. പിന്നെ ഒരു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആത്മാവ് വന്ന് കയറി അങ്ങ് ദൈവം. മുസ്ലിമിനോട് ക്രിസ്ത്യാനി സുവിശേഷം പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയാൻ വന്നത്, പലരും ഇതൊക്കെ പറയുന്നെങ്കിലും ദൈവപുത്രന്റെ ആമേൻ ആ ജനനത്തിൽ വിശ്വാസമില്ല. അവന്റെ മരണത്തിൽ ഹല്ലേലൂയ, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിലൊക്കെ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവൻ വിശ്വാസത്താലാണ് ആമേ സിംഹങ്ങളുടെ വായടച്ചത്. ഇന്നും നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നീ കടന്ന് വിശ്വസിക്കണം. എനിക്കെതിരായി നിൽക്കുന്ന ശത്രുവിന്റെ വായടയ്ക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ള വലിയ ഉറപ്പ് നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ. രാജാവ് പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, നിനക്കൊരു കേടും വരുത്തരുതെന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചാണ് അങ്ങോട്ട് വിട്ടത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മള് ഹല്ലേലൂയ, നമ്മളതിന്റെ ആമേൻ രാജാവ് 19-ാമത്തെ വാക്യത്തില് ഹല്ലേലൂയ ഇട്ട് കഴിഞ്ഞതിന് ശേഷവും രാജാവ് അധികാലത്തെ ബന്ധപ്പെട്ടു. നമ്മളെ മുമ്പേ വായിച്ച് ധ്യാനിച്ചല്ലോ. ഹല്ലേലൂയ. രാജാവ് ഇവനെ കാണാനായിട്ട് ചെല്ലുകയാണ്, ബന്ധപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണ്. രാജാവിന് ആമേൻ പാവത്തിന് ഇയാളെ ഒന്ന് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവദാസനെ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ ആമേൻ രാജാവിന് ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇദ്ദേഹം ഈ ദാനിയേല് സിംഹക്കുഴിയിൽ വീണ രാത്രി ഞാൻ പലപ്പോഴും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാറുണ്ട്. ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ ആമേൻ ഈ സിംഹത്തിന് നല്ല ഇതുപോലെ രോമങ്ങളുണ്ട്, ധാരാളം രോമമുണ്ട്.
അത് മാത്രമല്ല, ഇതിന് നല്ല വയറുണ്ട്. ഈ രോമമുള്ള വയറ് ദാനിയേൽ എന്ന ദൈവദാസൻ സുഖമായിട്ട് അങ്ങോട്ട് ചാരിക്കിടന്നു. ദൈവദാസൻ വന്നതല്ലയോ എന്ന് വിചാരിച്ച് ഇവര് നല്ലതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കിടന്നു കൊടുത്തു. ഇദ്ദേഹം നല്ല ചാരികസേരയിൽ കിടക്കുന്നത് പോലെ ആമേൻ കിടന്നു. അപ്പോൾ ഹല്ലേലൂയ, സിംഹം ശ്വാസം വലിച്ചു വിടുമ്പോൾ ദൈവദാസന്റെ ഒരല്പം ഇങ്ങനെ ആടുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ആടുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നത് പോലെ ദൈവദാസൻ സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ ഇവനെ ഇട്ട രാജാവ് ആ രാത്രിയിൽ ഉറങ്ങിയില്ല. അപ്പോൾ സിംഹങ്ങളെല്ലാം കൂടെ വിചാരിച്ചു വന്നതൊരു ദൈവദാസനല്ലയോ, അവനോട് വളരെ മാന്യമായി പെരുമാറി. ഞാനത് തുടർന്ന് പറയാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്താലാണ് ഇവൻ ഹല്ലേലൂയ സിംഹത്തിന്റെ വായെ അടച്ചത്. രാജാവ് വന്ന് രാവിലെ നോക്കി ജീവനുള്ള ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ദാസനായ ദാനിയേലേ എന്ന് വിളിച്ച് അവനെ പുറത്തു കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് ആമേൻ അവനെ ശത്രു തൊടാതിരുന്നത്? ദൈവം അവനെ മുദ്രയിട്ടിരുന്നു. നമ്മളെയും ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം മുദ്രയിടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുദ്രയിടുന്നതിനെ കുറിച്ച് 2 കൊരിന്തി 1:22, 2 കൊരിന്തി 1:22, രണ്ടാമത് എഫേസ്യ ലേഖനം 1:13, 2 കൊരിന്തി 1:22, എഫേസ് ലേഖനം 1:13, ഇനിയും എഫേസ് ലേഖനം 4:30. അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട് ശത്രുവിനെ തൊടാനായിട്ട് കഴിയത്തില്ല. എപ്പോഴാണ് നമ്മളെ മുദ്രയിട്ടത്? നമ്മൾ വിശ്വസിച്ചപ്പോൾ. കർത്താവിനെ വിശ്വസിച്ച അതേ സമയത്ത് തന്നെ കർത്താവ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഇപ്പൊ ഈ മുദ്രയിട്ടിരിക്കുന്ന പറഞ്ഞപ്പോൾ ഒരു കാര്യം, വേദപുസ്തകത്തിന്റെ അതിന്റെ മൂലഭാഷയിലെ ഹല്ലേലൂയ ആമേൻ ആ വാക്ക് അഫ്രിജിറ്റോ എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഫ്രിജിറ്റോ എന്ന് പറഞ്ഞാൽ ആമേൻ തടിക്കൊക്കെ മുദ്രയിടും. പ്രത്യേകിച്ച് വനപ്രദേശങ്ങൾ അടുത്ത് താമസിക്കുന്നവർക്കറിയാം, വനത്തിൽ തടിക്ക് മുദ്രയിടും. ഇനി വെട്ടിയിട്ടിരിക്കുന്ന തടിയാണെങ്കിലും അതിന് മുദ്രയിടും. നിങ്ങൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സ ത അങ്ങനെ എഴുതിയിരിക്കും. സ ത എന്ന് പറഞ്ഞാൽ എന്തുവാ? സർക്കാർ തടിയാണെന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ്. സ്തോത്രം. വേസ്റ്റേജ് കണ്ടാലും നോക്കും. റാന്നിയിലും കോന്നിയിലും ഒക്കെയുള്ള തേക്കതടി ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ആമേൻ സർക്കാർ തടിയാണെന്നുള്ളതിന് സാത്താന്നുള്ള മുദ്ര ഇട്ടേക്കും, എഴുതിയേക്കും. ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ വലിയ പ്രശ്നമാണ്. കൊലക്കുറ്റത്തിനേക്കാൾ വലിയ കുറ്റമാണ് ഇപ്പോൾ തടിയോ താവേൻ കാട്ടിലെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, ഈ എഫേസ്യ വിശ്വാസികൾക്ക് ഇത് എഴുതുമ്പോൾ ദൈവദാസന് നല്ലതുപോലെ അവർക്ക് മനസ്സിലാകത്തക്ക ഒരു ഭാഷ എഴുതിയ. എഫെസോസ് വിശ്വാസികൾ താമസിച്ചുകൊണ്ടിരുന്ന എഫെസോസ് തുറമുഖ പട്ടണമായിരുന്നു. അവിടെ ധാരാളം രാജ്യങ്ങളിൽ നിന്ന് തടികൾ കൊണ്ടുവന്ന് അവിടെ ഇറക്കുമായിരുന്നു. അതിലെല്ലാം എന്തോ ഉണ്ട്? മുദ്രയുണ്ട്. മുദ്ര കുത്തുന്നത് അഡ്വാൻസ് കൊടുത്താണ് മുദ്ര എടുക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവെന്ന അച്ചാരം തന്ന് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവെന്ന അച്ചാരം തന്ന് നമ്മളെ മുദ്രയിട്ടിരിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമുക്ക് അഡ്വാൻസ് കൊടുത്ത് നിർത്തിയിരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് അച്ചാരം തന്ന്
അഡ്വാൻസ് കൊടുത്ത് നിർത്തിയിരിക്കാന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ഞോണ്ടിക്കൊണ്ടുപോകാനൊക്കുവോ? വേറെ ആർക്കെങ്കിലും കൊണ്ടുപോകാനൊക്കുവോ? ഒക്കത്തില്ല. ദൈവത്തിന്റെ വൈദ്യുതി, നീ വിലയുള്ളവളാണ്, വിലയുള്ളവനാണ്. ആമേൻ. അവൻ നിനക്ക് മുദ്രയിട്ടിരിക്കുകയാണ്, നിന്റെ നെറ്റിമേൽ മുദ്രയിട്ടിരിക്കുകയാണ്. ആമേൻ. അന്തിക്രിസ്തു വരുമ്പോൾ അവന്റെ മുദ്ര ഏൽക്കാതെ നിന്റെ ആമേൻ കർത്താവിന്റെ മുദ്ര വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുകയാണ്. വീണ്ടെടുപ്പ് നാളിനായിട്ട്, വീണ്ടെടുപ്പ് നാളിനായി നമ്മളെ എല്ലാവരെയും മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ശത്രു കാണാതെ വണ്ണം തമ്പുരാൻ നമ്മളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. പ്രധാനമായും 4 കാര്യങ്ങൾ ദാനിയേൽ ഇങ്ങനെ അതിൽ നിന്നെല്ലാം ജയിക്കാൻ 4 കാര്യങ്ങൾ. സമയം മുമ്പോട്ട് പോയല്ലോ, വേഗം ഉപസംഹരിക്കാം. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ. 1, അവൻ ജയിക്കാൻ കാരണം അവൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നു. 1:8 അവൻ വിശുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവൻ വിശുദ്ധനായിരുന്നു. 2, അവൻ വിശ്വസ്തനായിരുന്നു. 6:2 അവൻ വിശ്വസ്തനായിരുന്നു. 3-ാമതായിട്ട് ദാനിയേൽ ജയിക്കുവാൻ കാരണം അവൻ വിശ്വാസമുള്ളവനായിരുന്നു. എബ്രായ ലേഖനം 11:33 നമ്മളിപ്പോൾ വായിച്ചല്ലോ. നമ്മൾ ഈ വായിച്ച 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം കൂടെ എഴുതിക്കോ. അവന് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുള്ള വാക്യമാണ്. 4-ാമതായിട്ട് അവരൊരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 22-ാമത്തെ വാക്യത്തിൽ അവൻ രാജാവിനോട് പറയുന്നു, ഞാൻ ദൈവത്തോടും നിന്നോടും യാതൊരു കുറ്റവും തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അതിനവനൊരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അല്ലാതെ കള്ളത്തരവും കാപട്യവും എല്ലാം കാണിച്ചിട്ട് മനസാക്ഷിയും വഞ്ചിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അഗ്രിപ്പ രാജാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീണ്ട കാലത്തെ ജീവിതത്തിനിടയിൽ പൗലോസ് തന്റെ ശുശ്രൂഷ രംഗത്ത് താൻ പറയുകയാണ്, ഞാൻ ഇന്നേ വരെ ദൈവത്തോടും മനുഷ്യരോടും കേവലം നല്ല മനസാക്ഷിയോടെ ജീവിച്ചിരിക്കുന്നു. എന്തൊരു പ്രാഗൽഭ്യമാണ് ദൈവമക്കളെ. സ്തോത്രം. എന്തൊരു പ്രാഗൽഭ്യമാണ്. അതെ, ഞാൻ നിങ്ങളോട് ഒരു വെല്ലുവിളി ചോദിക്കുക. നിങ്ങളുടെ കഴുതയോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ വെള്ളിയോ പൊന്നോ വല്ല ഞാൻ ആഗ്രഹിച്ചോ? ഇത്രയും നാളും ഞാൻ നിന്നത് കേവലം നല്ല മനസ്സാക്ഷിയോടെയാ. നല്ല മനസ്സാക്ഷി ഉള്ളവർക്ക് ജയിക്കാൻ കഴിയും. ആമേ. 2 വിധത്തിലാണ് മനസ്സാക്ഷി. 1, ദൈവത്തോട് മനസ്സാക്ഷി. ആമേ, നമ്മളോട് തന്നെ ഉള്ള മനസ്സാക്ഷി. 3, ഹല്ലേലൂയ, മറ്റുള്ളവരോടുള്ള മനസ്സാക്ഷി. 3 വിധത്തിൽ. ദൈവത്തോട് നല്ല മനസ്സാക്ഷി വേണം, നമ്മളോട് തന്നെ നല്ല മനസ്സാക്ഷി വേണം, മറ്റുള്ളവരോട് മനസ്സാക്ഷി വേണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇനി മറ്റൊരു കാര്യം കൂടെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ നമ്മള് അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ രാജാവിന് ആലോചന കൊടുത്ത ആളുകളെ എല്ലാവരെയും പിടിക്കുന്നു. സ്തോത്രം. അതിന്റെ താഴോട്ടുള്ള ഭാഗം ഒന്ന് നോക്കിക്കേ. സ്തോത്രം. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. എത്രാം വാക്യം? 24-ാം വാക്യം. അവിടെ ഹല്ലേലൂയ ഈ ആലോചന പറഞ്ഞ് ഇട്ട് ബന്ധപ്പെട്ടൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ആളുകളെ എല്ലാം കൊണ്ടുവന്നു. അത് മാത്രമല്ല, അവരുടെ മക്കളെയും അവരുടെ എല്ലാരെയും കൊണ്ടുവന്നു. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഈ ദൈവദാസൻ ആ സിംഹക്കുഴിയിലോട്ട് ചെന്നപ്പോൾ സിംഹങ്ങളെല്ലാം കൂടെ ദൂതന്മാര് വായ പിടിച്ചോണ്ട് നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് വരുന്ന ഒരു ദൈവദാസനാണ്, ഇദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കാം. ദൈവദാസനല്ലയോ, അദ്ദേഹത്തോട് മാന്യമായി പെരുമാറാം. അതുകൊണ്ട് കടിച്ചു കീറുന്ന എല്ലാ സ്വഭാവവും മാറ്റിവെച്ച് ഒറ്റ ദിവസത്തെ ഉപവാസം. സ്തോത്രം. അതുകൊണ്ട് തമ്പുരാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. മിണ്ടാപ്രാണികളാണെങ്കിലും അതുങ്ങളോട് വരെ ദൈവത്തിന്
ആമേൻ, അവന്റെ വിശ്വസ്തത മാറ്റാൻ കഴിയത്തില്ലായിരുന്നു. കാരണം ഹല്ലേലൂയ, ഇതുങ്ങൾ ഉപവസിച്ചപ്പോൾ അറിഞ്ഞോ, ആമേൻ, രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു നേരത്തെ വിശപ്പ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ വിശപ്പ് സഹിച്ച് ഒരു മാംസമൊന്നും ഇല്ലാത്ത എല്ലും തൊലിയും ഒക്കെ ഉള്ള ഒരു ദൈവദാസനെ തിന്നാതിരുന്നത് ഭാഗ്യമായി പോയെന്ന് അവർ ചിന്തിച്ചോ? ഇല്ല, അവർക്ക് വരാൻ പോവുക. സ്തോത്രം, സ്തോത്രം. എന്താ പ്രതിഫലം? ഈ ദൈവദാസനോട് ഇങ്ങനെ ചെയ്തത് നിമിത്തം ഹല്ലേലൂയ, ഇഷ്ടം പോലെ ഇറച്ചി ആമേൻ ഇങ്ങനെ വരാൻ തുടങ്ങി. തിന്നിട്ടും തീരാത്തവണ്ണം അസ്ഥി വരെ തകർത്ത് അതുങ്ങളെ ഹല്ലേലൂയ മുഴുവൻ എണ്ണത്തിനെയും തിന്നത്തക്കവണ്ണം ശേഷിപ്പിക്കത്തക്കവണ്ണം തമ്പുരാൻ അവർക്ക് പ്രതിഫലം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ഓർത്തുകൊള്ളുക, രണ്ട് കാര്യങ്ങൾ അതിനൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആരെങ്കിലും വെറുതെ ദ്രോഹിക്കുന്നെങ്കിൽ അവർ ലജ്ജിച്ചു പോവുക തന്നെ ചെയ്യും. ആരെങ്കിലും പരമാർത്ഥികളെ സിംഹക്കുഴിക്കകത്തിടാൻ വരുന്നെങ്കിൽ അവർ അതിന്റെ ശിക്ഷ അനുഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഹല്ലേലൂയ, വല്ലോം ആമേൻ ദൈവനാമത്തിൽ ചെയ്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എബ്രായലേഖനം 4:6 എന്താ വായിക്കുന്നത്? നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹത്തെ മറന്നുകളവാൻ തക്കവണ്ണം അവൻ അനീതിയുള്ള ദൈവമല്ല. അവൻ അനീതിയുള്ള ദൈവമല്ല, അവൻ പ്രതിഫലം നൽകും. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോൾ ഒരു പാനപാത്രം തണ്ണീർ എന്റെ നാമത്തിൽ കൊടുത്താൽ അതിനും പ്രതിഫലം ഉണ്ടാകാതിരിക്കുകയില്ല. പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടെങ്കിൽ ശരി, നാരങ്ങ പിഴിഞ്ഞു കൊടുത്താലോ ചായ ഇട്ട് കൊടുത്താലോ പ്രതിഫലം ഇല്ലയോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അത് നമുക്ക് മാത്രമല്ല, അത് നമ്മുടെ തലമുറകൾക്കും തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തിരുവചനത്തിലെ അനേക ദൃഷ്ടാന്തങ്ങളുണ്ട്. തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു സത്യമാണ്, അബ്രഹാം വഴിയിൽ നിന്നുകൊണ്ട് ആമേൻ വഴിയെ പോകുന്നവരെ വിളിച്ചു കൊണ്ടുവന്ന് ആ കൂടാരത്തിന്റെ വാതിക്കൽ ഇരുത്തി അവരെ ശുശ്രൂഷിച്ചു. 3 അടങ്ങഴി മാവെടുത്ത്, ആൾക്ക് 1 അടങ്ങഴി മാവെടുത്തു അപ്പം ഉണ്ടാക്കിക്കൊടുത്തു. ഇറച്ചി എങ്ങനെ കൊടുത്തു? അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തു. വർഷങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ അവരുടെ കൊച്ചുമക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തിയപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ വല്യപ്പച്ചൻ ഞങ്ങൾക്ക് തന്നത് ഇടങ്ങഴി വീതമാണ്, അതുകൊണ്ട് ഇടങ്ങഴി വീതം കഴിച്ചാൽ മതി. ആമേൻ. ഇറച്ചി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നു, അതുകൊണ്ട് നിങ്ങളുടെ പല്ലുകളുടെ ഇടയിലിരുന്ന് ആമേൻ ഹല്ലേലൂയ ഓക്കാനം വരുന്നത് വരെ കഴിച്ചോളാം. ഏറ്റവും ചെറിയ 2.5 അടി ഉയരമുള്ള ഒരാൾ വരെ, കൊച്ചു പിള്ളേർ വരെ പിടിച്ചത് 10 പറ പിടിച്ചെന്നാ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കൊടുത്താൽ 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 അനുഗ്രഹം നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന ഒരളവ് നിന്റെ മടിയിൽ തരാമെന്ന് വാഗ്ദത്തം ചെയ്തവനായ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദശാംശത്തിൽ കവിയുന്നത് കൊടുക്കണം. പുതിയ നിയമത്തിലൊന്നും ദശാംശമില്ല, ഓഹരിയാണ്. പലരും അനുഗ്രഹം വേണമെന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, ആമേ നിന്റെ ദശാംശം ഒന്ന് കവിയട്ടെ. കവിഞ്ഞ് അതിൽ കൂടുതലൊന്ന് കൊടുത്തു നോക്കിക്കേ. ദൈവം വെല്ലുവിളിച്ച് പറയുകയാണ്, എന്നെ നിനക്ക് തോൽപ്പിക്കാമോ? ദശാംശത്തിലും വഴിപാടിലും നിനക്ക് എന്നെ തോൽപ്പിക്കാമോ? ഞാൻ നിന്നെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. കോൾഗേറ്റുകാരന് ഹല്ലേലൂയ ആദ്യം കൊടുത്തത് 5% പിന്നെ അത് 10 ആക്കി. അന്നേരം വിചാരിച്ചടേ നല്ല കാര്യമാണല്ലോ. സ്തോത്രം. 15 ആക്കി, 20 ആക്കി, 25 ആക്കി. ആമേൻ. പ്രോഫിറ്റിന്റെ ഹല്ലേലൂയ 30% ആക്കി, 50% ആക്കി. ഹല്ലേലൂയ. അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രം ഇപ്പോൾ 95% അദ്ദേഹം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. 5% മാത്രമേ തനിക്ക് എടുക്കുന്നുള്ളൂ. 5% തന്നെ കിട്ടിയാൽ മാത്രം.
സ്തോത്രം, 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 സ്തോത്രം. ഞാൻ പറയാൻ വന്നത് ഹല്ലേലൂയ, ദൈവനാമത്തിൽ പൗലോസ് പറയാണ് ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യാം. ദൈവത്തിന് നന്ദിയോടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. സമ്പത്ത് കട വ്യവഹാരം സന്തോഷത്തോടെ സഹിച്ചവരായ എബ്രായ വിശ്വാസികളെ പോലെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രതിഫലം അവൻ പ്രാപിക്കും. തലകളെ വണക്കാം, കണ്ണുകളെ മൂടാം. എല്ലാവരും കണ്ണുകൾ അടച്ചു ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മുമ്പാകെ എന്റെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിച്ചു. ആത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു, ഇടപെട്ടുകൊണ്ടിരുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട രാഴ്ച പ്രാർത്ഥിക്കും. നമുക്ക് സ്തോത്രത്തോടെ ഇരിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വാസപ്രാർത്ഥന 10ാമത്തെ ദിവസം പ്രഭാതത്തിലും ഞങ്ങളെ അത്ഭുതമായി പോഷിപ്പിച്ചോ ഞങ്ങളെ കർത്താവേ. നല്ലവനെ നല്ലവനെ എത്ര സ്തുതിച്ചാലും പരിവരുത്തില്ല കർത്താവേ. ഹല്ലേലൂയ. കൃപ 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 കർത്താവേ, ഏറ്റെടുക്കുന്ന ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദിയോട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദാനിയേൽ ജീവിച്ചതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആമേൻ. ദൈവത്തിന്റെ പ്രമാണം പ്രാപിച്ച ആ ദാനിയേലിന് മാതൃകയായി അതിനപ്പുറമായി ഞങ്ങൾക്ക് ജീവിപ്പാട് കൃപതരണമേ. ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തല്ലോ കർത്താവേ. ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ കേട്ടല്ലോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിന്റെ വിശ്വാസം കർത്താവേ, അബ്രഹാമിന്റെ വിശ്വാസം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നല്ലോ. ദൈവത്തിന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവെ, പിന്മാറ്റക്കാരെന്ന ഹൃദയത്തിൽ സ്ഥാനമില്ലല്ലോ. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് വരവാണല്ലോ. ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിപ്പോൾ കൃപയും പ്രാഗൽഭ്യം തരണമേ. ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ദൈവത്തെ മുറുകപ്പറ്റി ദൈവത്തിന്റെ ദുർബലമുണ്ടെന്നു കർത്താവെ അത് വിശ്വസിപ്പാനുള്ള കൃപ കൊണ്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദൈവം ഇന്ന് ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഞങ്ങളെ കർത്താവെ വിശുദ്ധ ലോകമോഹങ്ങളോ കർത്താവെ സമ്പത്തോ ഒന്നും ഇതിന് കർത്താവ് പ്രതികൂലമായി നിൽക്കാതെ സത്യദൈവത്തിന്റെ വചനപ്രകാരം ജീവിപ്പാനുള്ള കൃപ ഞങ്ങളുടെ ജഡത്തെ നാൾക്ക് നാൾ പൂശിപ്പാൻ സ്വർഗമേ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചു. എല്ലാവരുടെയും ഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റിയതിനാൽ ഒരു ദിവസം കൂടെ ആത്മീയമായി ഉണർത്തിയതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇത് ഞങ്ങളുടെ തലമുറയ്ക്ക് സ്വത്താണ്. ചെറിയ കൂട്ടത്തെ കർത്താവെ ദേശത്തിന് വേണ്ടി പോരാടിയ കർത്താവെ മാനിക്കുന്ന ദേശത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി പോരാടുവാൻ കുഞ്ഞുങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിപാലനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോള കൃപയങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം സംസാരിപ്പാൻ കർത്താവെ കൃപയിൽ ദാസനായ സ്തോത്രം പുത്തൻ മർമ്മങ്ങളോട് കർത്താവെ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിന്റെ ഭക്തന്മാർ മക്കൾക്ക് വാരി അഭിഷേകം ശക്തി
അധികാരം പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഞങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ പ്രതിഫലനമായി കർത്താവേ അങ്ങ് അയക്കുന്നവരെ പിതാവിനെ സ്വീകരിക്കുന്നു. ഞങ്ങളെ പ്രബോധിപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവേ, അത് അനുസരിപ്പോളെ കൃപയെന്ന് തരണമേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാചകനെന്ന് അതൊക്കെ പ്രതിഫലം കൊടുക്കുന്ന ഒരു നല്ല ദൈവത്തെ പിന്നെയും ഞങ്ങൾ ഓർപ്പിച്ചതിനായി സ്തോത്രം. ആകാശത്തെ കിടുവാതിലുകൾ തുറന്ന് ദൈവത്തെ പരീക്ഷിപ്പാൻ അവിടുന്ന് പറഞ്ഞ ഒരേ ഒരു കാരണം ദൈവത്തെ പരീക്ഷിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഓഹരി എല്ലാം നിനക്കാണ് കർത്താവേ. നല്ല വിശാലമായ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ അനുഗ്രഹം ഞങ്ങളുടെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ സർവ ഭൗതിക അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നതിനായി സർവ ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുയേശുവിനെ തന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിനെ എങ്ങനെയെങ്കിലും ഉള്ളിലെ കർത്താവ് വിശ്വാസത്തോടെ ഏറ്റെടുത്തോടെ ഞങ്ങൾ കർത്താവിനെ കൂടെ നടപ്പോളെ കൃപ സുഹൃത്തുക്കൾ ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവ കൽപ്പന പ്രകാരം ജീവിപ്പാൻ കർത്താവേ പിന്നെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഈ 10 ദിവസം ദയച്ചവരെയും ഞങ്ങൾ നടത്തി ദിവസങ്ങളിൽ കൃപ കൃപ കൃപ. ഓ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. നീന്തി കുളിക്കുന്ന ഒരു അവസ്ഥ ആമേൻ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ആമേൻ 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 ആമേൻ. ഞങ്ങളുടെ കൃപ ഓരോ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവനാമത്തിന് മഹത്വമാക്കി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കഴിക്കുന്ന യാതൊരു സ്വത്തുക്കളെ ദൈവത്തിന് വാസനയായി കർത്താവെ അവന് സഹായിക്കണമേ. കർത്താവേ ഹല്ലേലൂയ. നോഹ കർത്താവേ അവൻ ദൈവസാന്നിധ്യത്തിൽ യാഗം കഴിച്ചപ്പോൾ ദൈവത്തിന് മണത്ത് കർത്താവ് ഇനി ജനത്തെ നശിപ്പിക്കത്തില്ലെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമാണ്, എന്ന് മനം മാറ്റുന്ന ദൈവമാണ് ഞങ്ങളുടെ ആരാധന. കർത്താവ് എല്ലാ ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി തീരുവാൻ സുഖം സഹായിച്ചാണ്. ഇത്രത്തോളം സമയം തന്ന ദൈവത്തിന്റെ സ്തോത്രം. തുടർന്ന കാര്യങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും ദൈവങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചയക്കുന്നു. വലിയ വാത്സല്യ ഭവനത്തിനായ സ്തോത്രം. കാവൽ ഉണ്ടാകുന്നതിനായി കുടുംബത്തിൽ സമൃദ്ധി ഞങ്ങളൊക്കെ ആ ദേശത്ത് പുരുഷനുണ്ടോ ദൈവസാദാശിയുണ്ടോ ദൈവത്തിന്റെ സഹായിക്കണമേ കർത്താവേ. അങ്ങനെ ചെയ്യുന്നതിനായ കൊണ്ടുവരണമേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളില് അവരുടെ ഭവനങ്ങൾ എല്ലാം കർത്താവിന് വഴിയെ സാഹവാസം ഒരുക്കണമേ. പറഞ്ഞു കേട്ട അവന്റെ ശ്രുതി കർത്താവ് എല്ലാം വിശ്വാസത്തോടെ ഞങ്ങൾ ഈ രാജ്യത്തെ അവകാശം പറയുന്ന കർത്താവ് ഒരു സഭയുണ്ടാകട്ടെ, ദൈവസഭ വളരട്ടെ കർത്താവ്. ഒമാനികളുടെ സഭയുണ്ടാകട്ടെ കർത്താവ്. ഒമാനികൾ കൂടി വരുന്ന സഭയുണ്ടാകട്ടെ കർത്താവ്. ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പോൽക്കാലവും നമുക്ക് ജയം തന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്ദി കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകിട്ടത്തെ മീറ്റിംഗ് 8:15 ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടെ കടന്നു വരാം. Praise the Lord. Praise the Lord.
പൈസ വിളിച്ചു. ഓക്കെ ഓക്കെ സാറ്റർഡേ അവിടെ മീറ്റിംഗ് ഉണ്ടല്ലേ. ശീലമാമയുടെ ആണെന്ന് തോന്നുന്നു സംശയമുണ്ട്. ചായ രാവിലെ വൈകിട്ട് വരെ ചായ. എന്തുവാടാ ഇടത്തെ ഭയങ്കര കാലും കൈയൊക്കെ ഇട്ട് കടിക്കുമായിരുന്നു. ഉണ്ടല്ലോ. ഇവിടെ